സ്ക്രീൻ കാണുന്നുണ്ടെന്ന് പറയണേ. ഓക്കെ അല്ലേ? ഹലോ, ആരെയിലൊക്കെ ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് മറ്റേ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പം അത് ചെയ്തവര് പറ്റുവാണെങ്കിൽ സൈഡ് ബൈ സൈഡ് നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ കിടക്കട്ടെ. ആക്ച്വലി നിങ്ങൾ VS കോഡ് എടുക്കുമ്പം എൻ്റെ VS കോഡ് എടുത്ത് അപ്പം നിങ്ങൾക്കൊരു പ്ലെയിൻ ഇന്റർഫേസ് വരും. ഇങ്ങനെ ഇതിനകത്ത് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെസ്ക്ടോപ്പിലോ ഇവിടെ എല്ലാം പോയിട്ട് ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരു മെനു വരും. ഇവിടുന്ന് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫോൾഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊണ്ട് ചെയ്താൽ മതി. ഇങ്ങനെ മനസ്സിലായ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. അതായത് ആ ഫോൾഡറിനകത്ത് എന്താണോ അത് വരും, ഡയറക്റ്റ് അതേപോലെ വരും. ഓക്കെ, കാണാല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ VS കോഡ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം VS കോഡ് ആ ഫോൾഡർ ഒന്ന് എടുത്തിട്ടു. ആദ്യമേ നിങ്ങൾക്ക് പ്ലെയിൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ഫയൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. index.html അതിനെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് HTML ഞാൻ പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വരും പ്ലെയിൻ ആയിട്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഇത് കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് ആക്കിയിട്ട് മറ്റേ 1 ഇല്ലേ, 1 ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം എക്സ്ക്ലമേഷൻ മാർക്ക് വരും. അത് എൻ്റർ ചെയ്യുമ്പം ആ ഡീഫോൾട്ട് ടെംപ്ലേറ്റ് കോഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് അടിക്കുക തന്നെ. ഓക്കെ, ഇത് അടിച്ചു കഴിഞ്ഞു. എനിക്കിത് എന്താ കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് എക്സ്റ്റൻഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇത് ഈ ഒരു ടാബ് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു ഇത് കാണും. അതിൽ പോയിട്ട് ലൈവ് സെർവർ എന്നും പറഞ്ഞൊരു ഇത് കാണും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലൈവ് സെർവർ ഋത്വിക് ഡേ അവരുടെ. അപ്പം ആ ലൈവ് സെർവർ കിട്ടും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ ഒരു ഇത് കണ്ടോ, ഗോ ലൈവ് എന്നും പറഞ്ഞൊരു സംഭവം കണ്ടോ? അങ്ങനെ ഒരു ബട്ടൺ ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് തിങ്, നിങ്ങൾ തുടക്കം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിരിക്കും, കോഡ് അടിക്കുന്നതിന് മുമ്പ്. സെക്കൻഡ് തിങ്, സെറ്റിംഗ്സിൽ പോവുക. ഓക്കെ, ഇതേ താഴെ ഈ ഒരു സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ കാണും. VS കോഡിൽ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണ് എഴുതിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പം ചെയ്യാൻ പറ്റാത്തവര് പിന്നെ ഇത് എഴുതിയിട്ടിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ സെർച്ച് ചെയ്യുക ഓട്ടോ സേവ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഓട്ടോ സേവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആയിരിക്കും. ഇതാണെങ്കിൽ നിങ്ങൾ ഓഫ് അല്ലായിരിക്കും ചിലപ്പോൾ. നിങ്ങൾക്ക് അതാ ഡീഫോൾട്ട് കിടക്കുന്നത്. ആഫ്റ്റർ ഡിലേ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ സേവിന്റെ സെക്കൻഡ്സ് കൊടുക്കാൻ പറ്റും. സെക്കൻഡ്സ് അല്ല, ഇത് മില്ലി സെക്കൻഡ്സാ. 500 മില്ലി സെക്കൻഡ് എന്ന് വെച്ചാൽ 0.5 സെക്കൻഡ്. ഹാഫ് എ സെക്കൻഡ് ആകുമ്പം നമ്മുടെ ഫയല് ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ആകും. സോ നമുക്ക് Ctrl+S നിൽക്കേണ്ട ആവശ്യമില്ല. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതില്ലാതെ നിങ്ങൾ കോഡ് അടിക്കാൻ പോയാൽ നിങ്ങൾ കുറേ സമയം വേസ്റ്റ് ആകും. നിങ്ങൾ Ctrl+S അടിച്ചുകൊണ്ടേയിരിക്കും ഓരോ സമയം നിങ്ങൾ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, ഗോ ലൈവ് എന്തിനാന്ന് വെച്ചാൽ, ഇവിടെ Ctrl+S അടിച്ചിട്ട് അവിടെ പോയി നിങ്ങൾ ബ്രൗസർ റീഫ്രഷ് ചെയ്യേണ്ടി വരും ഈ ഒരു ലൈവ് സെർവർ നിങ്ങൾ വെച്ചില്ലെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടൈം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ടെണ്ണം. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഒരു സാധനം ഗോ ലൈവ് നിൽക്കി കഴിഞ്ഞാൽ ഏതാണ് എന്റെ ഡിഫോൾട്ട് ബ്രൗസർ, ഇത് അങ്ങോട്ട് പോകും. ഓക്കെ, കാണാമോ? ഐ തിങ്ക് യു ക്യാൻ. കണ്ട GDG സെഷൻ എന്നും പറഞ്ഞ് കണ്ട്. ഇനിയിപ്പോൾ ഇത് സൈഡ് ബൈ സൈഡ് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, എളുപ്പത്തിൽ മനസ്സിലാവും. കണ്ട, ഇങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, പിന്നത്തെ കാര്യം, ഈ ബട്ടൺ നിൽക്കുമ്പോൾ ഈ ഒരു സൈഡ് ബാർ, ലെഫ്റ്റിലുള്ള സൈഡ് ബാർ അങ്ങ് പോവും. അത് നിങ്ങൾ മൗസ് യൂസ് ചെയ്യേണ്ട ചെയ്യണമെങ്കിൽ Ctrl+B ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ഷോർട്ട് കട്ട് നോക്കി വെച്ചോളൂ, Ctrl+B. അതേപോലെ Ctrl+ മറ്റേ ബാക്ക് ടിക്ക് ഞാൻ പറഞ്ഞില്ലേ, എസ്കേപ്പിന്റെ താഴെയുള്ള, അത് ചെയ്യുവാണെങ്കിൽ താഴത്തെ ഈ ടെർമിനൽ ഓപ്പൺ ആണ്. ഓക്കെ, ഈ രണ്ട് ഷോർട്ട് കട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇനി നമുക്ക് സെഷനിൽ പോവാം. നമ്മുടെ സെഷൻ HTML അല്ല, ജാവാസ്ക്രിപ്റ്റ്. എന്തായാലും ഞാൻ ഇതൊക്കെ മെയിനായിട്ട് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്ത് ഇന്നലെ ഞാൻ കാണിച്ചിരുന്ന ഇതായിരുന്ന പരിപാടി. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് ആക്കണം. അത് നിൽക്കുമ്പോൾ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഇൻസ്പെക്ടിന്റെ ഇത് വരും. ഓക്കെ, ഇത് ഇപ്പൊ എനിക്ക് വലുതായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വലുതാക്കിയതുകൊണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിനകത്തുള്ള എലിമെന്റ്സ് ഒക്കെ കാണാൻ പറ്റും ഇൻസ്പെക്ടിന്റെ. ഓക്കെ,
അതിനകത്ത് നിങ്ങളിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺസോൾ ഉണ്ടാവും, കൺസോൾ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, കൺസോൾ എടുത്ത് വെച്ചേക്കാം, അത്രേ ഉള്ളൂ ഇനി വേണം. ഇനി ചെയ്യേണ്ട മെയിൻ കാര്യം, ഇവിടെ ഞാൻ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫയല് ഇവിടെ റൺ ആവുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് ചെക്ക് ചെയ്യണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഫയല് നമ്മുടെ HTML ഫയലുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾ HTML CSS പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, CSS നമ്മൾ കണക്ട് ചെയ്യും HTML ആയിട്ട്. എക്സ്റ്റേണൽ ഫയല് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യും, ലിങ്കിനകത്ത് വെച്ച് കണക്ട് ചെയ്യും. അതേപോലെ ജാവാസ്ക്രിപ്റ്റ് ഫയലും കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് എന്നും പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്യും. സ്ക്രിപ്റ്റിനകത്ത് സോഴ്സിൽ നമ്മൾ ഏതാണോ ഫയൽ വെച്ചിട്ടുള്ളത് ആ ഫയല് കൊടുക്കണം. സെയിം ഫോൾഡർ ആയതുകൊണ്ട് ഇങ്ങനെ വരും, വേറെ ഫോൾഡർ ആണെങ്കിൽ ആ പാത്ത് അനുസരിച്ച് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വർക്കായി. ഇനിയും പോയിട്ട് ഞാൻ ഇവിടെ എല്ലാം കമന്റ് ചെയ്ത് വെച്ചേക്കാം, അപ്പൊ പ്രത്യേകിച്ച് നിങ്ങളൊന്നും കാണത്തില്ല. കൺസോളിലൊരു ലോഗ് കൊടുത്തിട്ട് എങ്ങനെ പ്രിന്റ് ചെയ്യുന്ന കൺസോളിലൊരു ലോഗ് ഇല്ല, ഹൈന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഹൈന്ന് വന്നുണ്ടോ. ഞാൻ Ctrl+S അടിച്ചില്ല, ഇവിടെ പോയി റീലോഡും ചെയ്തില്ല. ഇതാ ഇവിടുത്തെ മെയിൻ യൂസ്. ഓക്കെ, ഇത്ര മനസ്സിലായോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? മനസ്സിലാവുന്നുണ്ടോ? ഇതെടുത്ത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് സ്ക്രീൻ വരും. ഓക്കെ, മാക്സിമം അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ കൊള്ളാം. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ അറിയത്തില്ല എനിക്ക് കേട്ടോ. സോ ഒരു സുഖമില്ല. ഓക്കെ, എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മൾ ഇത് ഞാൻ ജസ്റ്റ് കോഡ് നിങ്ങളിപ്പോൾ തൽക്കാലം നോക്കണ്ട. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എവിടം വരെയാണ് പഠിച്ചത്? ഫങ്ഷൻസ് വരെ ആയിരുന്നു പഠിച്ചത് അല്ലേ? ഫങ്ഷൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഈ കോഡ് കുറച്ച് അടിച്ചു വെച്ചേക്കുന്ന ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടിരുന്ന സമയം പോകുന്ന ഇഷ്ടമാണ്. ഫങ്ഷൻസ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഫങ്ഷൻ എന്ന് പറഞ്ഞ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫങ്ഷൻ നെയിം കൊടുത്തിട്ട് എന്തെങ്കിലും ഇത് മേടിക്കും. ഈ പാരാമീറ്റേഴ്സ് ആർഗ്യുമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനിൽ ഈ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെച്ചിട്ടില്ല, ഇതാണ് പാരാമീറ്റേഴ്സ്. മനസ്സിലായ? ഇതിനെയാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ റിസൾട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് എന്ത്, ഈ 1 and 2 ആണ് ആർഗ്യുമെന്റ്, ഇതാണ് പാരാമീറ്റേഴ്സ്. ഈ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, സോ വലിയ കാര്യമില്ല പറഞ്ഞു തന്നാല്. ഓക്കെ, അപ്പം ഇതാണ് ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റ് വർക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫംഗ്ഷൻ വേറെ രീതിയിലും റൺ ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലും ഫംഗ്ഷൻ ചെയ്യാം, കുറെ രീതി ഫംഗ്ഷൻ ചെയ്യാം. ഇത് സെക്കൻഡ് മെത്തേഡ്. അതായത് ഇവിടെ ഫംഗ്ഷൻ ആഡിന് കൊടുക്കുന്നത് വരെ ഈ ആഡിനെ എടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വേരിയബിൾ ആണ് യൂസ് ചെയ്തിട്ട് ആ വേരിയബിളിന് ഒരു ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുക്കാം. വേരിയബിൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാല്യൂ അസൈൻ ചെയ്തില്ലേ, ഒബ്ജക്റ്റ്, അറേ, വാല്യൂ, ബൂളിയൻ, എന്തൊക്കെ അസൈൻ ചെയ്യാം, അതേപോലെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? എന്നിട്ട് A+B ചെയ്തിട്ട് അത് അതായത് ഈ അഡീഷൻ ഒരു ഫംഗ്ഷൻ ആവും. എന്നിട്ട് നമ്മൾ ഇവിടെ റിസൾട്ട് 2 അഡീഷനെ കോൾ ചെയ്തിട്ട് എന്താണോ റിസൾട്ട് അത് റിട്ടേൺ ചെയ്യുന്നത്, അത് റിസൾട്ട് 2 വരും. ഓക്കെ, ഇപ്പം ഇത് നമ്മൾ കൺസോൾ ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. ഓഫ്കോഴ്സ് അതാണ് ആൻസർ. ഇപ്പൊ ഞാൻ സെക്കൻഡ് ഇവിടെ 5 കൊടുത്തെങ്കിൽ എനിക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, ഈസി, ഇത്രേ ഉള്ളൂ. ഇതൊരു മെത്തേഡാണ് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ എനിക്ക് സെക്കൻഡ് പറയാനുള്ള കാര്യം, ഈ ഫംഗ്ഷനിൽ ഇവിടെ ഉള്ളതാണ് എന്ത്, പാരാമീറ്റേഴ്സ്. ഇത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പാരാമീറ്റേഴ്സ്, ആർഗ്യുമെന്റ്സ് മനസ്സിലായല്ലോ. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഓക്കെ, ഈ ഫംഗ്ഷൻസ് ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമുക്കിപ്പോൾ മതി. ഇങ്ങനെയും ഫംഗ്ഷൻ എഴുതാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഓക്കെ, ഇപ്പൊ മുകളിലത്തെ ഫംഗ്ഷൻ മാത്രം നോക്കുക. ഈ ഫംഗ്ഷൻ ഓക്കെ, അത് ഞാൻ പ്രിന്റ് ചെയ്യുന്നുണ്ട്. മുകളിലത്തെ ഫംഗ്ഷൻ മാത്രം നോക്കുക. ഓക്കെ, ഇപ്പൊ ഈ ഫംഗ്ഷനിലാണെങ്കിൽ എ ബിയും കൊടുത്ത്, ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ എയും ബിയും കൊടുത്തിട്ടില്ലെന്ന് വെച്ചോ, എന്ത് സംഭവിക്കും? അതായത് നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞു വരും. ഇവിടെ കയറും, ഇവിടെ എയും ബി ആക്ച്വലി ഇല്ല, അപ്പൊ നോട്ട് എ നമ്പറിന് വരും. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു യൂസറുടെ നിന്ന് നിങ്ങൾ ഇൻപുട്ട് എടുക്കുക, 2 നമ്പർ എടുത്തിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക, യൂസർ ഒന്നും ഇൻപുട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വരാതിരിക്കാൻ, ഇങ്ങനെ നോട്ട് എ നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് കൊടുക്കാൻ പറ്റും, ഡീഫോൾട്ട് ആയിട്ട് പാരാമീറ്റേഴ്സ് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് ഡീഫോൾട്ട് ആയിട്ട് A0, ഡീഫോൾട്ട് ആയിട്ട് ബിയും 0. മനസ്സിലായോ? എന്നിട്ട് 0+0 ഇതെന്നാവും. ഇഫ് ഞാൻ ഇവിടെ വന്നിട്ട് 4ഉം 5ഉം കൊടുക്കുന്നതെന്ന് വെച്ചോ, കണ്ട എനിക്ക് 9 വരും. മനസ്സിലായോ? അതായത് ഞാൻ ഇപ്പൊ 4 മാത്രമേ കൊടുത്തുള്ളൂ എങ്കിൽ എയുടെ വാല്യൂ 4 ആയിരിക്കും, ബിയുടെ വാല്യൂ 0 ആയിരിക്കും. മനസ്സിലായോ? അതായത് ഒരു വാല്യൂ ഇല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ എടുക്കും, ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂനെ പ്രയോറിറ്റി കൊടുക്കുന്ന ആ വാല്യൂ എടുക്കും. സോ ഇത് ഡീഫോൾട്ട് വാല്യൂസ് എന്ന് പറയും ഫംഗ്ഷൻസിൽ.
ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇന്നലെ പറയാൻ വിട്ട ഇത് ഇത്ര മനസ്സിലായി. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഹലോ, ഓക്കെ അല്ലേ? എന്നിട്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഫങ്ഷൻസിലെ വേറൊരു ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ ബേസിക്കലി പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുക. അതിനെയാണ് ആരോ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടോളൂ. ഇനിയിപ്പോൾ ആരോ ഫങ്ഷൻസ് എങ്ങനെ പഠിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് വേറൊരു മെത്തേഡും കൂടെ കാണിച്ചു തന്നിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അവിടെ നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് സബ്ട്രാക്ട് എന്ന ആ ഒരു ഇത് കോൾ ചെയ്താൽ മതി. 5ഉം 3ഉം കോൾ ചെയ്താൽ ഓഫ് കോഴ്സ് നമുക്കത് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 കിട്ടി. ഇത്ര മനസ്സിലായല്ലോ. ആരോ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഇല്ലേ, ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ യൂസ് ചെയ്യില്ല. അതായത് ഫംഗ്ഷൻസ് കുറച്ചുകൂടി സിംപ്ലർ ആക്കാനും അറ്റ് ദി സെയിം ടൈം ദിസ് എന്ന് പറഞ്ഞ ഒരു കീവേഡ് ഉണ്ട്. നിങ്ങൾ ഈ ജാവ ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ദിസ് ഡോട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കൺസ്ട്രക്ട് ഇതിനകത്ത് യൂസ് ചെയ്യും. അത് ഈ ആരോ ഫംഗ്ഷനകത്ത് വർക്ക് ആകത്തില്ല. അതാ ഒരു കേസ്. ദിസ് നിങ്ങളിപ്പോൾ തൽക്കാലം പഠിക്കേണ്ട ഒബ്ജക്ട്, അത് അഡ്വാൻസ് കോൺസെപ്റ്റാണ്. അത് ആരോ ഫംഗ്ഷനിൽ വർക്ക് ആവത്തില്ല എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ആരോ ഫംഗ്ഷന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് ഇപ്പൊ തൽക്കാലം ആരോ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തില്ല. അതിന് പകരം ഇവിടെ ഒരു ആരോ കൊടുക്കുക. ആരോ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഈക്വൽ ടു സൈൻ ഇട്ടിട്ട് ഈ ഒരു ഗ്രേറ്റർ ദാൻ സൈൻ ഇടും. ഓക്കെ, ഈക്വൽ ടു സൈൻ ഇട്ടിട്ട് ഗ്രേറ്റർ ദാൻ സൈൻ. മനസ്സിലായോ? ഇതാണ് ആരോ ഫംഗ്ഷൻ. ഇപ്പൊ ഇതിനകത്ത് എന്താണ് ഇത്ര സിംപ്ലിഫൈ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നല്ല, ഈ ആക്ച്വലി ഈ റിട്ടേൺ ഇല്ലേ, ഒരു കാര്യം റിട്ടേൺ ഉള്ളെങ്കിൽ ഈ റിട്ടേണിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു കാര്യമേ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുള്ളെങ്കിൽ ആ റിട്ടേണിന്റെ ആവശ്യമില്ല, ആ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. അതായത് ജസ്റ്റ് ഞാൻ സബ്ട്രാക്ട് എന്ന് കൊടുത്തു, ഈ 5 ഈ എക്ക് പാസ് ചെയ്ത്, ഈ 3 ഇവിടെ പാസ് ചെയ്ത്, ഇവിടെ a - b ഇങ്ങനെ വരും. അത്ര ഈസിയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സെക്കൻഡ് കാര്യം ആരോ ഫംഗ്ഷൻസിന്റെ ഇപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം പാസ് ചെയ്യുന്നതെന്ന് വെച്ചോ, ഇപ്പം സ്ക്വയർ ഞാൻ എടുക്കേണ്ടതെന്ന് വെച്ചോ, ഒരെണ്ണം മാത്രമേ നിങ്ങൾ പാസ് ചെയ്യുന്നുള്ളൂ. റിട്ടേൺ ചെയ്യുക a സ്റ്റാർ a. സോ അവിടെ കണ്ട, അതായത് ഒറ്റ സമയം ഉള്ളെങ്കിൽ നമുക്ക് ഈ ബ്രാക്കറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പാരാമീറ്ററേ ഉള്ളെങ്കിൽ ബ്രാക്കറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, നേരത്തെ ഞാൻ മറ്റേ കോൺസ്റ്റ് ഫംഗ്ഷൻ അതും ഇതൊക്കെ എഴുതി ഒറ്റ ലൈനിൽ സിംപ്ലിഫൈ ആക്കിയാണ്ടോ. ഇത്രേ ഉള്ളൂ. ഇത് പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ സിന്റാക്സ് കുറച്ച് നിങ്ങൾക്ക് പാടായിരിക്കും തുടക്കം സമയം എടുക്കുന്നവര്. ആദ്യം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നിങ്ങൾ നോർമൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അത് ഇങ്ങനല്ലേ നിങ്ങൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, a, b റിട്ടേൺ a+b. സോ ഇങ്ങനെയാണ് നിങ്ങളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആണ്. അതിന് ആ ഫംഗ്ഷൻ എടുത്ത് കളയുക. നിങ്ങൾ 1-2 വട്ടം ചെയ്യുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമാകും. പിന്നെ ഒരു ആരോ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. സംഭവം മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. അതിന്റെ മുകളിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അതായത് ബ്രാക്കറ്റ് എടുത്ത് കളയാം, ഈ ഒരു റിട്ടേൺ എടുത്ത് കളയാം. സോ ആരോ ഫംഗ്ഷൻ ഇത്ര സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഇങ്ങനെ ആരോ ഫംഗ്ഷൻ വർക്ക് ആവുന്നത്. ഈ ഒരു ആരോ ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ പല സ്ഥലത്ത് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എന്തെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ വർക്ക് ആവണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആരോ ഫംഗ്ഷൻ എടുത്ത് അവിടെ കൊണ്ടിടും. അവിടെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കൊണ്ടുപോയി എന്താ പറയാ, കോൺസ്റ്റ് ഫംഗ്ഷൻ അങ്ങനൊന്നും എഴുതാൻ പറ്റില്ല. സോ ഇത് അവിടെ യൂസ് ആവും. മനസ്സിലായി? ഇപ്പൊ പിന്നെ താഴെ ഞാൻ പഠിപ്പിച്ച് വരുമ്പോൾ വേറെ കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ മനസ്സിലായി ആരോ ഫംഗ്ഷന്റെ യൂസ് ഉണ്ടോ. ഇപ്പൊ ഇത്ര മനസ്സിലായ ആരോ ഫംഗ്ഷൻ? മനസ്സിലായോ? ഹലോ ഹലോ ഹലോ, മനസ്സിലായില്ലേ? പറ, ഒന്നോട്ട് എടുക്കാം. ഒന്നുകൂടെ പറയാം. നോർമൽ ഫംഗ്ഷൻ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, നോർമൽ ഫംഗ്ഷൻ എനിക്ക് നോർമൽ ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടിരുന്നത്, അതായത് ഒരു വേരിയബിളിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്ത് a, b എന്ന് വെച്ച് a, b എന്ന് വെച്ചിട്ട് എനിക്കിപ്പോൾ അഡീഷൻ ആ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ റിട്ടേൺ a+b ചെയ്തു. ഓക്കെ,
അപ്പോൾ നമ്മൾ അഫ്കോഴ്സ് ഈ ഒരു സാധനം പ്രിന്റ് ചെയ്യുക, ഈ ഫംഗ്ഷനെ പ്രിന്റ് ചെയ്യുമ്പോൾ അഡീഷൻ ഓഫ് 1,5 വരുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 6 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഇത്ര മനസ്സിലായോ? മനസ്സിലായി. ഇതില് നിങ്ങൾക്ക് ആരോ ഫംഗ്ഷൻ ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ കീവേഡ് ഇല്ല, നിങ്ങൾക്ക് വേണ്ട. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ബ്രാക്കറ്റിന്റെ അപ്പുറം വന്നിട്ട് ഒരു ആരോ ഇട്ട് കൊടുത്താൽ മതി. ആരോ എന്ന് വെച്ചാൽ ഈക്വൽ ടു സൈന് പ്ലസ് ഗ്രേറ്റർ ദാൻ. ഇത്ര മനസ്സിലായി? ഇതാണ് ആരോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഒറ്റ റിട്ടേൺ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അതായത് ഞാൻ ഇപ്പോൾ A+B മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. അത് കാരണം എനിക്ക് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആവശ്യം എനിക്കില്ല ഇവിടെ. അതായത് എനിക്ക് ഈ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കളയുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ബ്രാക്കറ്റ് കളയണം. മനസ്സിലായോ? അതായത് എനിക്ക് ഒറ്റ ലൈനിൽ തന്നെ ഇത് എഴുതാൻ പറ്റും. എത്ര സിമ്പിളാന്ന് നോക്കും മറ്റേ വെച്ച് നോക്കുമ്പോൾ. മനസ്സിലായോ? സോ ഇതാ ഇവിടുത്തെ ഡിഫറൻസ്. ഇഫ് നിങ്ങൾക്ക് ഒറ്റ ആർഗ്യുമെന്റേ ഉള്ളെന്ന് വെച്ചോ, അതായത് എനിക്കിപ്പോൾ A മാത്രമേ ഉള്ളെങ്കിൽ എനിക്ക് അഫ്കോഴ്സ് ഈ ഒരു ബ്രാക്കറ്റും കൂടെ വേണ്ട ഇവിടെ. ആ പാരാമീറ്ററിന് വേണ്ടിയുള്ള ബ്രാക്കറ്റ് ഇവിടെ ആവശ്യമില്ല. സോ എനിക്കിപ്പം അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇപ്പോൾ 5 ഇട്ട് കൊടുത്താൽ 5യുടെ സ്ക്വയർ വരുമ്പോൾ 25 വരും. സോ ഇതാ ആരോ ഫംഗ്ഷന്റെ യൂസ്. മനസ്സിലായോ? ഇത്ര മനസ്സിലായോ? ഹലോ, ബാക്കി എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഇത് മനസ്സിലായാലും പിന്നെ അടുത്ത ടോപ്പിക്ക് പോകാൻ പറ്റില്ല. ഓക്കെ 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 നെക്സ്റ്റ് കുറച്ച് ശ്രദ്ധിച്ചിരുന്നു, ഇച്ചിരി ഇമ്പോർട്ടൻ്റ്. അത്യാവശ്യം കൺഫ്യൂസ് ആവുന്ന ടോപ്പിക്ക് ബിഗിനേഴ്സിന്. ഓക്കെ, ഇത് വാല്യൂ വേഴ്സസ് റെഫറൻസും. സോ വാല്യൂ റെഫറൻസും അത്യാവശ്യം കുറേ വ്യത്യാസമുള്ള ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞുതരാം. ആദ്യം അത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം ഞാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു വേരിയബിൾ ഉണ്ടെന്ന് വെച്ചാൽ എക്സ്. ആ വേരിയബിൾ ഞാൻ 10 സ്റ്റോർ ചെയ്തേക്കുക. വൈയിലാണ് ഞാൻ ഈ എക്സിനെ കൊണ്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ അഫ്കോഴ്സ് ഇപ്പോൾ എക്സിന്റെ വാല്യൂ എന്തുവാ ഇവിടെ? 10 വൈയുടെ വാല്യൂ എന്തുവാ? എക്സിനെ കൊണ്ട് വെച്ചോണ്ട് 10. ഈസി. ഇത്ര മനസ്സിലായല്ലോ? ഇപ്പൊ ഞാൻ ഈ എക്സിന്റെ വാല്യൂ മാറ്റിയാന്ന് വെച്ചോ, 20 ആക്കി. ഓക്കെ, അപ്പം ഇപ്പൊ എന്റെ എക്സിന്റെ വാല്യൂ എന്താ ഇവിടെ? 20 ആയി. ഓക്കെ, വൈയുടെ വാല്യൂ ഞാൻ ഇതുവരെ ചേഞ്ച് ആക്കിയിട്ടില്ല. അപ്പം വൈയുടെ വാല്യൂ ഇപ്പൊ തൽക്കാലം എന്തുമായിരിക്കും? വൈയുടെ വാല്യൂ അവിടെ 10 എന്നായിരിക്കും. അതായത് വൈയിൽ ഞാൻ എക്സിനെ കൊണ്ട് വെച്ചേക്കുന്നത്, അതുകൊണ്ട് വൈയുടെ വാല്യൂ മാറിയില്ല, അതുകൊണ്ട് വൈയിൽ 10 തന്നെ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി അടുത്തത് ഒരു സ്ട്രിങ്ങിന്റെ നോക്കാം. ഇതൊരു ഇന്റിജർ നമ്മൾ നോക്കി. ഒരു സ്ട്രിങ്ങിൽ ഞാൻ എൻ്റെ പേര് സ്റ്റോർ ചെയ്തു, ശബരീഷ് എന്ന. ആ സെക്കൻഡ് നെയിമില് എന്റെ പേരെന്ന് കൊണ്ടുവച്ചു. അപ്പൊ ഇപ്പൊ എന്റെ പേരെന്താ ഇവിടെ? ശബരീഷ. എന്താ പ്രശ്നം? ഓക്കെ, നെയിം 2-ലാണ് എൻ്റെ നെയിം കൊണ്ട് വെച്ച്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അഫ്കോഴ്സ് ഇപ്പൊ തൽക്കാലം ശബരീഷ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ നെയിമിലാണെങ്കിൽ ഞാൻ ഇപ്പം ശബരീഷ് 2 എന്ന് വെച്ച്. അപ്പൊ നെയിം 2യുടെ വാല്യൂ എന്തായിരിക്കും? മാറുമോ ഇല്ലയോ? മാറിയിട്ടില്ല. നെയിമിന്റെ വാല്യൂ മാത്രമേ ശബരീഷിന്, എനിക്കൊന്ന് നെയിമിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്തോ, എന്തെങ്കിലും കീവേഡ് ആയിരിക്കും. ഓക്കെ. അതായത് നെയിമില് ഞാൻ പിന്നെ ശബരീഷ് 2 എന്ന് കൊണ്ടുവച്ചു. അതുകൊണ്ട് ഇവിടെ എന്തായി? ശബരീഷ് 2 എന്നും പറഞ്ഞായി. പക്ഷേ നെയിം 2-ലാണ് ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് അവിടെ ഓൾറെഡി മാറ്റി വെച്ച്. പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാറ്റി വെച്ചു, ഇവിടെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ മാറ്റി വെച്ചു. അതുകൊണ്ട് ശബരീഷ് എന്നായിരുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലായോ?
ഇതാണ് വാല്യൂ ചേഞ്ച് എന്ന് പറയും. ഇന്നലെ ഞാൻ മറ്റേ W3 സ്കൂൾ ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ പറഞ്ഞിരുന്നു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഈ സ്ട്രിങ്, നമ്പർ, ഇതൊക്കെ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പാണ്. ഓക്കെ, പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. അതായത് ഞാൻ ഓൾറെഡി നെയിം വന്ന ഒരു പേര് കൊണ്ടുവച്ച് ആ പേരിനെ ഞാൻ വേറെ വേരിയബിൾ സ്റ്റോർ ചെയ്തു. ആ വേരിയബിൾ ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ ആദ്യം എന്താണ് സ്റ്റോർ ചെയ്ത് അതെന്നായിരിക്കും. പിന്നെ ഈ നെയിം വണ്ണിനെ ഞാൻ ഇപ്പോൾ കൊണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അത് മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇപ്പം അറേയില്ല നിങ്ങൾ വരുന്നതെന്ന് വെച്ചോ, ഇന്ത്യയിൽ ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്യാം 1 2 3 4 5. ഓക്കെ, തൽക്കാലം അത് 1 2 3 4 5 എന്നാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ വേറൊരു അറേ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഞാൻ ഈ ഒരു അറേനെ കൊണ്ടുവച്ച്, അതായത് ഈ അറേ 2ൽ കൊണ്ടുവച്ച്. അപ്പൊ അതിന്റെ വാല്യൂ എന്തായിരിക്കും? അഫ്കോഴ്സ് 1 2 3 4 5 എന്നായിരിക്കും. ഓക്കെ, ഇപ്പം മറ്റേ അറേ 1ൽ പുഷ് ചെയ്ത് 6 പുഷ് ചെയ്ത്, പുഷ് ഓപ്പറേറ്റർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതായത് അവസാനം ഒരു വാല്യൂ കൊണ്ട് പുഷ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്തുവാ? 6 ആയിരിക്കും അല്ലേ? നമ്മുടെ കോൺസെപ്റ്റ് പ്രകാരം ഇവിടുത്തെ വാല്യൂ 6 ആയിരിക്കും. ഇവിടുത്തെ വാല്യൂ ഇപ്പോഴും എന്തായിരിക്കും? 1 2 3 4 5 എന്ന് തന്നെ ആയിരിക്കും. അതല്ലേ നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ഓക്കെ, പക്ഷെ നമ്മൾ കൺസോൾ ചെയ്യുമ്പോൾ അതല്ലേ വരുന്നത്. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. റൈറ്റ്, ഇത് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, രണ്ടും 1 2 3 4 5 6 എന്നായി. പക്ഷെ ഞാൻ ആക്ച്വലി അറേ 1ൽ മാത്രമേ ഞാൻ 6 പുഷ് ചെയ്തുള്ളൂ. 2ൽ ഞാൻ പുഷ് ചെയ്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റേ സ്ട്രിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ട്രിങ് നമ്പറൊക്കെ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പാ. അപ്പൊ അത് വാല്യൂ മാത്രമേ ഇങ്ങനെ ട്രാക്ക് ചെയ്തുള്ളൂ. ചേഞ്ച് ചെയ്യുമ്പോൾ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. പക്ഷെ അറേ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ അറേയിൽ ഒരു അറേ, ഈ ARR എന്ന് പറഞ്ഞ ഒരു വേരിയബിളില് ഞാൻ ഇങ്ങനെ നമ്പേഴ്സ് സ്റ്റോർ ചെയ്തു, ഇത്രയും നമ്പേഴ്സ് സ്റ്റോർ ചെയ്തു. അപ്പം അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട്, അതായത് എന്തെങ്കിലും ഒരു മെമ്മറി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിടും, സം റാൻഡം ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പം ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഈ സെക്കൻഡ് ലൈനിൽ വന്നിട്ട് ഈ അറേ 2ൽ ഞാൻ അറേനെ കൊണ്ട് വെക്കുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ സെയിം റാൻഡം ക്യാരക്ടേഴ്സിലായിരിക്കും, മനസ്സിലായി, അതും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ സെയിം, അതായത് ഇതാണ് ആ സെയിം മെമ്മറി ലൊക്കേഷനിൽ പോയിന്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അറേ ചേഞ്ച് ചെയ്യുമ്പോൾ ആ സെക്കൻഡ് അറേ അഫക്റ്റ് ആവുന്നത് എന്താ വെച്ചാൽ, രണ്ടും പോയിന്റ് ചെയ്യുന്ന സെയിം മെമ്മറി ലൊക്കേഷനിലാണ്. നിങ്ങളിത് സിയിൽ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ വേറെ കോൺസെപ്റ്റായി, ഈ കോൺസെപ്റ്റിലല്ല വർക്കാവുന്നത്. മനസ്സിലായോ? നേരത്തെ ഉള്ള ചേഞ്ച് ഈ ചേഞ്ച് മനസ്സിലായോ നിങ്ങൾക്ക്? റിപ്ലൈ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാവോ? ഓക്കെ, നേരത്തെ പറഞ്ഞ മനസ്സിലായിരുന്നു നിങ്ങൾക്ക്? അതായത് ആദ്യമേ ഞാൻ ഒരു വേരിയബിൾ എടുത്ത് x 10 എന്നും പറഞ്ഞെടുത്ത് ഞാൻ അവിടെ. ഓക്കെ, എക്സിന്റെ വാല്യൂ ഇപ്പൊ എന്തുവാ? 10. ഈസി. സെക്കൻഡ് വൈയിൽ ഞാൻ എക്സിനെ കൊണ്ടുവച്ച്, അപ്പം വൈയുടെ വാല്യൂ ഇപ്പൊ എന്തുവാ? 10. ഓക്കെ, ഞാൻ ഇപ്പം എക്സിനെ ചേഞ്ച് ചെയ്ത്, ഇപ്പൊ എക്സിനെ ചേഞ്ച് ചെയ്തിട്ട് 20 ആക്കി. അപ്പം ഇവിടെ എക്സിന്റെ വാല്യൂ ഇപ്പൊ എന്താ? 20 ആവും. വൈയുടെ വാല്യൂ ഇപ്പോഴും ചേഞ്ച് ആവുന്നില്ല, വൈയുടെ വാല്യൂ ഇപ്പോഴും 10 തന്നെ. അഫ്കോഴ്സ് നിങ്ങളിപ്പോൾ എക്സും വൈയും നിങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോൾ കാണും 20ഉം 10ഉം. ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഈ സെയിം സംഭവം എന്നാൽ സ്ട്രിങ്ങിൽ സംഭവിക്കുന്നത്. ഓക്കെ, പറഞ്ഞ സമയങ്ങളിലെ ഇതേ സെയിം കോൺസെപ്റ്റ് എന്നാൽ സ്ട്രിങ്ങിൽ സംഭവിക്കുന്നത്. പക്ഷെ നിങ്ങളിപ്പം കോംപ്ലക്സ് ഡേറ്റ ടൈപ്സ് വരുമ്പോൾ, അതായത് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ഉണ്ട്, കോംപ്ലക്സ് ഡേറ്റ ടൈപ്പ് ഉണ്ട്. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ഈ സ്ട്രിങ്, നമ്പർ, ഇതൊക്കെ. കോംപ്ലക്സ് ഡേറ്റ ടൈപ്പ് അറേ, ഒബ്ജക്റ്റ്, അതൊക്കെ. അഫ്കോഴ്സ് അറേയും ഒരു ഒബ്ജക്റ്റ് ഡേറ്റ ടൈപ്പാണ്. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ഓഫ് അറേനെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടൈപ്പ് ഓഫ് അറേ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെ. അപ്പം കോംപ്ലക്സ് ഡേറ്റ ടൈപ്പിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യമേ ഞാൻ ഇവിടെ ഒരു അറേനെ ക്രിയേറ്റ് ചെയ്ത് 1 2 3 4 5 ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് ഈ അറേ 2ൽ ഈ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത അറേനെ കൊണ്ട് വെച്ചത്, ഈ അറേനെ കൊണ്ട് ഇവിടെ വെച്ചാൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 2 3 4 5 എന്നായിരിക്കും. ഞാൻ പിന്നെ അറേ 1ൽ മാത്രമായിട്ട് 6 പുഷ് ചെയ്തു. അപ്പൊ അവിടെ മാത്രം എന്ത് വരും? ചേഞ്ച് വരണം. 1 2 3 4 5 6 എന്ന് പറഞ്ഞു വരണം. പക്ഷെ നമ്മുടെ ബോർഡിൽ രണ്ട് സ്ഥലത്തും ചേഞ്ച് വന്നു. ഓക്കെ, അതെന്തുകൊണ്ടാണ് രണ്ട് സ്ഥലത്തും ചേഞ്ച് വന്നുള്ള എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ കൊടുത്തേ. അതായത് ഈ അറേ കണ്ടോ, ഇവിടെ ഫസ്റ്റ് നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു മെമ്മറി ലൊക്കേഷനിൽ പോയിന്റ് ചെയ്യും. ഓക്കെ, മെമ്മറി ലൊക്കേഷൻ അറിയാലോ, റാൻഡം ആയിട്ട് എന്തെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കും. വിചാരിച്ചോ, വെറുതെ ഒരു മെമ്മറി ലൊക്കേഷൻ ആ ഒരു പെട്ടിയിൽ പോയി പോയിന്റ് ചെയ്ത് നമ്മൾ ആ അറേനെ കൊണ്ട് ഈ അറേ 2ൽ വെക്കുമ്പോൾ ഈ അറേ 2ഉം എങ്ങോട്ട് പോയിന്റ് ചെയ്യും? അങ്ങോട്ട് തന്നെ പോയിന്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഇത് കോംപ്ലക്സ് ഡേറ്റ സ്ട്രക്ചർ, കോംപ്ലക്സ് ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് ഇത് അങ്ങനെ അങ്ങോട്ട് തന്നെ പോയിന്റ് ചെയ്യും.
അപ്പോൾ നമ്മൾ അറേ 1-ൽ എന്തെങ്കിലും ചേഞ്ച് മേക്ക് ചെയ്താൽ അത് അറേ 2-ലും ചേഞ്ച് ആവും. ഞാൻ ഉദ്ദേശം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ? അത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ ആ ചേഞ്ച് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുമ്പ് ചേഞ്ച് വരും എന്നുള്ള കാര്യം മനസ്സിലാവും. കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട്, പിന്നെ ഇത് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഒബ്ജക്റ്റ് എങ്ങോട്ട് പോയിന്റ് ചെയ്യും, ആ മെമ്മറി ലൊക്കേഷനിൽ പോയിന്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അറേ ചേഞ്ച് ചെയ്യുമ്പോൾ സെക്കൻഡ് അറേയും ചേഞ്ച് ആവും. സിമിലർലി മറ്റേ ഒബ്ജക്റ്റ് ഇല്ലേ, അതായത് ഞാൻ മറ്റേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നെയിമും ഏജും വെച്ചിട്ട് ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ പേഴ്സൺ 2 എന്നും പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് എടുത്ത് അതിനകത്ത് ഞാൻ എന്ത് കൊണ്ടുവച്ച്, ഈ ഫസ്റ്റ് ഉള്ള പേഴ്സണെ കൊണ്ട് ഇവിടെ കൊണ്ടുവച്ച്. അപ്പൊ ഇതിന്റെ വാല്യൂ ഇപ്പൊ എന്തായിരിക്കും? ശബരീഷൻ ഏജ് 21 ആയിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പൊ പേഴ്സൺ 1-നെ ചേഞ്ച് ചെയ്യാം. അതായത് ആ നെയിമിനെ ചേഞ്ച് ചെയ്ത് ശബരീഷ് 2 എന്നാക്കി. ഓക്കെ, ഇത് പേഴ്സൺ 1-ൽ മാത്രം ചേഞ്ച് ഉണ്ടാവത്തില്ല, പേഴ്സൺ 2-ലും ചേഞ്ച് ഉണ്ടാവും. എന്തുണ്ടെന്ന് വെച്ചാൽ സെയിം കോൺസെപ്റ്റ്. ഈ പേഴ്സൺ 2 ആണെങ്കിൽ ഇത് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു മെമ്മറി ലൊക്കേഷനിൽ പോയിന്റ് ഔട്ട് ചെയ്യും. ഇത്ര മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ ഇത് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഈ പേഴ്സൺ 2-ൽ നമ്മൾ പേഴ്സൺ കൊണ്ടുവച്ച സ്ഥിതിക്ക് ഇതും ആ സെയിം മെമ്മറി ലൊക്കേഷനിലായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ചേഞ്ച് ചെയ്താലും സെക്കൻഡ് പേഴ്സണിൽ ചേഞ്ച് വരുമല്ലോ, ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. അപ്പം ഇപ്പൊ നിങ്ങൾ 2 പേഴ്സൺ കൺസോൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 2 പേഴ്സൺ ശബരീഷ് 2 ആയി. മനസ്സിലായോ? അതായത് ഒരു പേഴ്സൺ മാത്രമല്ല ചേഞ്ച് ആയി, രണ്ടും ചേഞ്ച് ആയി. മനസ്സിലായത്? റെഫറൻസ് പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇത്ര മനസ്സിലായോ? അറേയുടെ സെയിം കോൺസെപ്റ്റ് ഒബ്ജക്റ്റിന്. മനസ്സിലായോ? ഓക്കെ, ഇതില് ഇനിയും നമുക്ക് ഇതിപ്പം എങ്ങനെ കളയാൻ നോക്കണ്ടേ? അതായത് ഇപ്പൊ എനിക്കിപ്പോ ഫസ്റ്റ് ഒബ്ജക്റ്റ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി, സെക്കൻഡ് ചേഞ്ച് ചെയ്യണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 2 അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെയിം എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് തൽക്കാലം അവിടെ മാറ്റിയേക്ക്. 2 അറേ ക്രിയേറ്റ് ചെയ്ത് ഈ അറേനെ എനിക്ക് ആക്ച്വലി ഡീസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഡീസ്ട്രക്ട് എന്ന് വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു നമുക്ക് ആക്ച്വലി ഡോട്ട് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് എന്ന് പറയും. ഒരു ടെക്നിക്കൽ ടേമാണ് ഡീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്കൊരു അറേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ഡീസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നത് കാണിച്ചു തരാം. console.log .arr. അതായത് ഞാൻ അറേനെ ഡീസ്ട്രക്ട് ചെയ്ത് കണ്ടോ, ഇവിടെ എന്താ വന്നതെന്ന് കണ്ടോ? അതായത് 1 2 3 4 5 എന്നാ വന്നത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ നോർമലായിട്ട് അറേനെ പ്രിന്റ് ചെയ്യുമ്പോൾ 1 2 3 4 5 ഇങ്ങനെ വരത്തില്ല, അതൊരു അറേക്കകത്താണ് വരുന്നത്. കണ്ട, അറേ വിത്ത് 5 എലമെന്റ്സ്. പക്ഷെ ഇങ്ങനെ ഡീസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള വാല്യൂസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇത്ര മനസ്സിലായോ? ഇതാ ഒബ്ജക്ട് ഡീസ്ട്രക്ചറിങ് എന്ന് പറയും. അതിനകത്തുള്ള വാല്യൂസ് അതേപടി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇപ്പം എന്ത് ചെയ്യുന്നു, ഈ അറേ 2-ൽ ഞാൻ എന്ത് ചെയ്യും, ഒരു അറേ ക്രിയേറ്റ് ചെയ്യും. ആ അറേനെ ഞാൻ ഇങ്ങനെ ഡോട്ട് ചെയ്തിട്ട്, അതായത് ഡീസ്ട്രക്ട് ചെയ്തിട്ട്, അപ്പം ഈ അറേക്കകത്ത് എന്ത് വരും, 1 2 3 4 5 എന്നും പറഞ്ഞൊരു സംഭവം വരും. ഇപ്പൊ ഞാൻ അറേ 2 പ്രിന്റ് ചെയ്യാന്ന് വെച്ചോ, എനിക്ക് അറേക്കകത്ത് 1 2 3 4 5 കിട്ടും. എന്തുകൊണ്ട് ഇവിടെ മാത്രം അറേക്കകത്ത് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ അറേക്കകത്ത് ഡീസ്ട്രക്ട് ചെയ്തോണ്ടാണ്. ഞാൻ അല്ലാണ്ട് ചെയ്തിരുന്നത് എനിക്ക് അല്ലാണ്ട് കിട്ടിയത്, ഇവിടെ അറേക്കകത്തിട്ട് ഡീസ്ട്രക്ട് ചെയ്ത്. അപ്പം ഇപ്പൊ സെയിം വാല്യൂ അല്ലേ? അതായത് ഇവിടെയും 1 2 3 4 5, ഇവിടെയും 1 2 3 4 5, ഇവിടെ എന്ത് വാല്യൂ ഇപ്പം 1 2 3 4 5. ഇത്ര മനസ്സിലായല്ലോ? ഞാൻ ഇനി ഇപ്പൊ ചേഞ്ച് ചെയ്യുക. ഇനിയിപ്പോ ഞാൻ ഫസ്റ്റ് സാധനം കൊണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ, ഓക്കെ, ഫസ്റ്റ് സാധനം പ്രിന്റ് ചെയ്ത് ഞാൻ ആക്ച്വലി ഇത് ഫസ്റ്റ് സാധനം പ്രിന്റ് ചെയ്തപ്പോൾ അവിടെ ചേഞ്ച് വന്നു, പുഷ് ചെയ്തപ്പം 6 പുഷായി. പക്ഷെ സെക്കൻഡ് സാധനത്തിൽ ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ പുഷ് ആവത്തില്ല. നേരത്തെ ഉള്ള ഡിസഡ്വാൻറ്റേജ് ഒന്നുമില്ല. നമുക്കിപ്പോൾ അങ്ങനെ സെയിം റെഫറൻസിൽ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട, ആ റെഫറൻസ് നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഒരു ഈസി മെത്തേഡ് ഇതാ. ഓക്കെ, അതായത് ഇപ്പം അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കോൺസെപ്റ്റ് ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. അറേ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു റെഫറൻസിൽ പോയിന്റ് ഔട്ട് ചെയ്യും. ആ അറേനെ നമ്മൾ വേറൊരു വേരിയബിളിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ആ വേരിയബിളും ആ സെയിം റെഫറൻസിൽ പോയിന്റ് ഔട്ട് ചെയ്യും. അപ്പം നമ്മൾ ഫസ്റ്റ് വേരിയബിൾ ചേഞ്ച് ചെയ്താൽ ആ സെക്കൻഡ് വേരിയബിൾ ചേഞ്ച് നോട്ടീസബിൾ ആവും. അപ്പം അത് എന്തുകൊണ്ടാണ് ചേഞ്ച് നോട്ടീസബിൾ ആകുന്നത്? അത് രണ്ടും സെയിം റെഫറൻസിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടാവും.
അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ ആ റെഫറൻസിനെ അങ്ങ് ബ്രേക്ക് ചെയ്താൽ പോരെ. സോ ആ റെഫറൻസിനെ ബ്രേക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറേ ഡീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. അത് വലിയ സംഭവമൊന്നുമല്ല. ഈ ഡോട്ട് ഇട്ടിട്ട് അറേനെ ഇടുമ്പോൾ അത് എലമെന്റ്സ് മാത്രമായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഒരു അരക്കകത്തിട്ട് സ്റ്റോർ ചെയ്യാം. അത് ഇങ്ങനെ ഒരു അരക്കകത്തിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പം അതെന്താ, അതിന്റെ റെഫറൻസ് അങ്ങ് ബ്രേക്ക് ആവും. അപ്പൊ ഞാൻ ഇപ്പൊ ഫസ്റ്റിൽ പുഷ് ചെയ്താൽ ആ ഫസ്റ്റിൽ മാത്രമേ എഫക്ട് ആവത്തുള്ളൂ, സെക്കൻഡിൽ എഫക്ട് ആവത്തില്ല. മനസ്സിലായോ? ഇതാ ഇതിന്റെ കോൺസെപ്റ്റ്. മനസ്സിലായോ നിങ്ങൾക്ക്? സംഭവം മനസ്സിലായോ? ആയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം ആദ്യം. എല്ലാവർക്കും മനസ്സിലായോ? ബാക്കിയുള്ളത് ഓക്കെ. ആർക്കെങ്കിലും ആയില്ലെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, ഇത് അറേയുടെ കേസ്. സിമിലർലി നമുക്കിപ്പോ ഒബ്ജക്റ്റിൽ നോക്കാം എങ്ങനെയാ. കമന്റ് ചെയ്യുക, ഒബ്ജക്റ്റിൽ പോവുക. നമ്മുടെ ഒബ്ജക്റ്റ് എന്തോ ഇപ്പം പേഴ്സൺ ഒബ്ജക്റ്റ്. ഈ സെയിം സാധനം ഞാൻ ഇപ്പൊ ഇവിടെയും ക്രിയേറ്റ് ചെയ്യാൻ പോവുക. അതായത് ആ സെയിം എനിക്ക് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ട് ചെയ്യാൻ എനിക്ക് ഡോട്ട് 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 ഇട്ടാൽ മതി. ഓക്കെ, സെയിം സാധനം മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഇപ്പം ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് ഇപ്പൊ സെയിം ആയിരിക്കും. ഞാൻ തൽക്കാലം ചേഞ്ച് ചെയ്യുന്നില്ല. ചേഞ്ച് ചെയ്യാൻ നോക്ക്. രണ്ട് ഒബ്ജക്റ്റ് സെയിം ആണ്. നെയിം ശബരീഷ്, ഏജ് 21, ഏജ് 21. ഞാൻ ഇപ്പം ഫസ്റ്റ് പേഴ്സണിൽ നെയിം ശബരീഷ് 2 ആക്കുക. അത് ഫസ്റ്റ് പേഴ്സൺ മാത്രമേ ചേഞ്ച് ആകത്തുള്ളൂ. കണ്ടോ? സെയിം കോൺസെപ്റ്റ്. അറേ ഒബ്ജക്റ്റ് സെയിം കോൺസെപ്റ്റ്. മനസ്സിലായോ? സെക്കൻഡ് ഒബ്ജക്റ്റ് ചേഞ്ച് ആവത്തില്ല. ഇത്ര മനസ്സിലായോ? ഓക്കെ, ഇനി ആ മെയിൻ സംഭവം വരുന്നത്. ഓക്കെ, ഈ കോളേജ് എന്ന് പറഞ്ഞൊരു ഞാൻ പുതിയ ഒബ്ജക്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അതായത് എനിക്ക് ഒബ്ജക്റ്റിനകത്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ കോളേജ് ആയിക്കോട്ടെ, ഈ ഒരു കോളേജ്. ഓക്കെ, ഓഫ്കോഴ്സ് നിങ്ങളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഏജ് 21, കോളേജ് നെയിം ശബരീഷ് 2, ഏജ് 21, കോളേജ് നെയിം ഇവിടെ ശബരീഷേ വരത്തുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ശബരീഷ് 2 ആക്കിയോണ്ടാ. ഓക്കെ, ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ റെഫറൻസ് അങ്ങ് ബ്രേക്ക് ചെയ്തല്ലോ. അപ്പോ ഇനി ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഈ കോളേജിന്റെ പേരൊന്ന് മാറ്റി നോക്കാം. പേഴ്സൺ ഡോട്ട് കോളേജ് ഡോട്ട് നെയിം പെരുമണാക്കി നോക്കാം. ഓക്കെ, ഇനിയിപ്പോ എന്ത് സംഭവിക്കാൻ നോക്കാം. അതായത് എനിക്കിപ്പോ ഫസ്റ്റ് പേഴ്സണിൽ നെയിം മാത്രം പെരുമണായാൽ മതി. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ 2 നെയിം എനിക്ക് പെരുമൺ ആവണ്ട. SKCET തന്നെ ആയിരിക്കണം. എന്താ വെച്ചാൽ ഞാൻ റെഫറൻസ് ബ്രേക്ക് ചെയ്തല്ലോ. അപ്പൊ അങ്ങനെയാണല്ലോ എനിക്ക് ഔട്ട്പുട്ട് കിട്ടണ്ടേ. ഫസ്റ്റ് പേഴ്സണിൽ പെരുമണ, പക്ഷെ സെക്കൻഡ് പേഴ്സണിൽ നെയിം പെരുമണ. സംഭവം മനസ്സിലായി? അതായത് അതെന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞുതരാം. അതെന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ നമ്മള് ഫസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ, ഔട്ടർ ഒബ്ജക്റ്റ്, അതിന്റെ റെഫറൻസ് മാത്രമേ ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. ഇതേ നോക്ക്, അതിന്റെ റെഫറൻസ് മാത്രമേ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ കോളേജ്, ഇതൊരു ഒബ്ജക്റ്റാ. അപ്പം ഇതിനും എന്തുണ്ടാവും, ഒരു റെഫറൻസ് ഉണ്ടാവും, ഒരു വാല്യൂയുടെ റെഫറൻസ് ഉണ്ടാവും. അതിന്റെ റെഫറൻസ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ കോൺസെപ്റ്റ് മനസ്സിലായോ? ഔട്ടർ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് മാത്രമേ ബ്രേക്ക് ആയിട്ടുള്ളൂ, ഇന്നർ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ബ്രേക്ക് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ സെയിം കാര്യം ചെയ്യണം. അതായത് ഇവിടെ കോളേജ് എന്ന് എഴുതിയിട്ട് ഔട്ടർ ഒബ്ജക്റ്റ് എന്താ, പേഴ്സൺ അല്ലേ, ഡോട്ട് കോളേജ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം എനിക്കിപ്പോൾ ഫസ്റ്റ് പെരുമൺ വരും, സെക്കൻഡ് SKCET തന്നെ വരും. അതായത് ഫസ്റ്റ് ഞാൻ ഔട്ടർ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ബ്രേക്ക് ചെയ്ത്, സെക്കൻഡിനകത്താണെങ്കിൽ അതിനകത്ത് കോളേജ് എന്നും പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് എനിക്ക് എങ്ങനെ കിട്ടുക, പേഴ്സന്റെ കോളേജിന്റെ ഒബ്ജക്റ്റ് വെച്ച് എനിക്ക് കിട്ടുന്ന അതിന്റെ റെഫറൻസും ബ്രേക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, സെയിം ഡോട്ട് 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 നൊട്ടേഷൻ വെച്ച് 3 ഡോട്ട് ഇടണം. എന്നാൽ മാത്രമേ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഡീസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ് ചെയ്യാൻ ബ്രേക്ക് ചെയ്തു. ഇത് ഇത്ര മനസ്സിലായോ? 1 സ്റ്റെപ്പ് ഡീപ്പർ പോയിട്ട് ഒബ്ജക്റ്റിനകത്തുള്ള ഒബ്ജക്റ്റിന്റെ റെഫറൻസ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായെങ്കിൽ ഈ സാധനം ഒന്നുകൂടെ പറയാം. ഇത് ഇച്ചിരി പാടാ, പെട്ടെന്ന് എത്താം. ആരെങ്കിലും എന്തെങ്കിലും പറ. ഓക്കെ, ഫസ്റ്റ് റെഫറൻസ് ബ്രേക്ക് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ അതിനകത്ത് ഇപ്പൊ എന്താ പറഞ്ഞത്, ഞാൻ ഇപ്പൊ അതിന്റെ റെഫറൻസ് ബ്രേക്ക് ചെയ്ത്, ഓക്കെ, പേഴ്സൺ 2ഉം പേഴ്സൺ 1ഉം പേഴ്സണുമായിട്ട് ഇപ്പം യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അവരുടെ റെഫറൻസ് അങ്ങ് ബ്രേക്ക് ചെയ്ത് നമ്മൾ. അപ്പോ പേഴ്സൺ 1ന്റെ ഓക്കെ, അത് ഇവിടെ നിൽക്കട്ടെ. പേഴ്സന്റെ, അതായത് ഈ പേഴ്സൺ 1ന്റെ പേഴ്സൺ 1 എന്നല്ല, പേഴ്സൺ കൺഫ്യൂസ് ആണ്.
എവിടെ എറർ? എവിടെയെങ്കിലും പേഴ്സൺ 2 ആക്കാണ്ടോ? ഓക്കെ, പേഴ്സൺ 1ന്റെ ഞാൻ ഇപ്പം ചേഞ്ച് ചെയ്യുക, നെയിം ചേഞ്ച് ചെയ്ത് ശബരീഷ് 2 എന്നാക്കി. അഫ്കോഴ്സ് പേഴ്സൺ 1ന്റെ നെയിം മാത്രമേ ഇപ്പോൾ ചേഞ്ച് ആകത്തുള്ളൂ, ശബരീഷ് 2 എന്നാവും. പേഴ്സൺ 2യുടെ നെയിം എന്തെന്നായിരിക്കും? ശബരീഷ് എന്നായിരിക്കും. നമുക്ക് കാണാം, ശബരീഷ് 2 ശബരീഷ്. ഇത്ര മനസ്സിലായോ? എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ പേഴ്സൺ 1നെ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, അപ്പൊ അത് മാത്രമല്ലേ ചേഞ്ച് ആവൂ. ഇത്ര മനസ്സിലായോ? ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഞാൻ ഇപ്പൊ വേറൊരു ഒബ്ജക്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോ ഇവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടില്ല, ഈ ഔട്ടർ ഒബ്ജക്റ്റിന്റെ റിലേഷൻഷിപ്പ് മാത്രമേ ബ്രേക്ക് ആയിട്ടുള്ളൂ. അതാ ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ പേഴ്സൺ, ഈ ഫസ്റ്റ് പേഴ്സന്റെ കോളേജിന് ഞാൻ മാറ്റുന്ന വെച്ചോ, ആ ഫസ്റ്റ് പേഴ്സൺ മാത്രമല്ലേ മാറാവൂ, സെക്കൻഡ് പേഴ്സൺ മാറിക്കോടല്ലോ. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഫസ്റ്റ് പേഴ്സണും മാറും, സെക്കൻഡ് പേഴ്സണും മാറും. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കോളേജ് ഒരു ഒബ്ജക്റ്റാ. ഓക്കെ, ഈ കോളേജിന് അതിൻ്റെതായ ഒരു റെഫറൻസ് ഉണ്ട്, മനസ്സിലായോ? അപ്പൊ നമ്മൾ പേഴ്സൺ 2-ല് ഈ പേഴ്സൺ 1ന്റെ ഒബ്ജക്റ്റ് മാത്രം, അതിന്റെ റെഫറൻസ് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, ഈ കോളേജിന്റെ റെഫറൻസ് നമ്മൾ കളഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ റെഫറൻസും കൂടെ കളയണ്ടേ നമ്മള്. അതെങ്ങനെ കളയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് കോളേജ് തന്നെ ഉണ്ടല്ലോ, അവരുടെ റെഫറൻസ് പേഴ്സൺ 1ന്റെ കോളേജ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കളയണം, ഡീസ്ട്രക്ട് ചെയ്യണം. സെയിം ഡീസ്ട്രക്റ്റാ, കോമ ഇട്ടിട്ട് ഒന്നുകൂടെ ചെയ്താൽ മതി, മനസ്സിലായോ? ഇപ്പൊ ഞാൻ പേഴ്സൺ 1ന്റെ കോളേജ് ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ പേഴ്സൺ 1 മാത്രമേ ചേഞ്ച് ആവും, പേഴ്സൺ 2 ചേഞ്ച് ആവത്തില്ല. പെരുമണായി, ഇവിടെ പെരുമൺ ആവത്തില്ല, മനസ്സിലായോ? അതായത് ആ റെഫറൻസ് ബ്രേക്ക് ചെയ്തേ ഉള്ളൂ, പക്ഷെ ഔട്ടർ ഒബ്ജക്റ്റിനും ബ്രേക്ക് ചെയ്യണം, ഇന്നർ ഒബ്ജക്റ്റിനും ബ്രേക്ക് ചെയ്യണം, മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ആദ്യം ചെയ്ത, സോ ഇതിനെ ആ ഷാലോ ക്ലോണിങ്, ഡീപ്പ് ക്ലോണിങ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഇപ്പം ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ ചിലർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. ഞാൻ പറയാൻ മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ പോയി ഒന്നുകൂടെ കാണാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും എളുപ്പത്തിൽ. ഓക്കെ, ഇത് ഈ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു ഡൗട്ട്, അതായത് ഇവിടെ ഞാൻ ഒന്നുകൂടെ ഒരു എന്താ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചോ, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചോ. സി, ഇതിന്റെ എനിക്ക് റെഫറൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളപ്പോൾ ചോദിക്കും, ഒന്നുകൂടെ ഡിപ്പാർട്ട്മെന്റ് റെഫറൻസ് ബ്രേക്ക് ചെയ്താല് അത് വർക്കാവത്തില്ല. എന്താ വെച്ചാൽ നമുക്ക് ഓൺലി 2 ലെവൽ ഡീപ്പറിൽ പോയി ഈ റെഫറൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അതായത് ഇപ്പൊ എനിക്ക് 100 എണ്ണം ഉണ്ട് ഒബ്ജക്റ്റിനകത്ത്, ഞാൻ 100 എണ്ണത്തിന് ഇങ്ങനെ കോഡ് അടിക്കാൻ പറ്റില്ല. സോ അതൊരു നല്ല വേ അല്ല. ഓക്കെ, അതിന് പകരം നമുക്ക് വേറൊരു സംഭവം ഉള്ള, ഇതിപ്പോ തൽക്കാലം പറഞ്ഞുതരാം. മെയിൻലി 2 സാധനമുണ്ട്. ജേസോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, നിങ്ങൾ കേട്ടാണ്. ഓക്കെ, ജേസോൺ ഡോട്ട് പാർസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഞാൻ പറഞ്ഞു. ജേസോൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ജേസൺ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ, അതായത് ജേസൺ എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞാൽ, ഈ കേട്ടാണ്, ഇത് നിങ്ങൾക്ക് S7 പഠിക്കാണ്ട് ഈ സംഭവം. ജേസൺ എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പേഴ്സൺ 3 എന്നും പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ, ജേസൺ ഏത് ഫോർമാറ്റിലെന്ന് വെച്ചാൽ ആ സ്ട്രിങ്ങിലായിരിക്കും, മനസ്സിലായി? ഇങ്ങനെ ആയിരിക്കും ജേസോന്റെ ഫോർമാറ്റ്, മനസ്സിലായോ? അതായത് ഇവിടെ ഞാൻ ഒബ്ജക്റ്റ്, ജേസൺ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് തന്നെ, ഇവിടെ ഞാൻ നെയിം കൊടുത്ത് ഇങ്ങനല്ലേ കൊടുത്തത്. ജേസൺ എന്ന് വെച്ചാൽ ഇതും സ്ട്രിങ് ആയിരിക്കും, ഇതും സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, അതിന്റെ യൂസ് കേസ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ബാക്ക് എൻഡിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യുമ്പം അതൊരു ജേസോൺ ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് ഫോർമാറ്റാണ് നിങ്ങൾ വിചാരിച്ചു, അതിന് സെപ്പറേറ്റ് ഡേറ്റ ടൈപ്പ് ഉണ്ട്, അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ബാക്ക് എൻഡിൽ നിന്നൊക്കെ ഡേറ്റ റിട്രീവ് ചെയ്യുമ്പോൾ ആ ജേസോൺ ഫോർമാറ്റിൽ നിന്നായിരിക്കും നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. ഓക്കെ, പുഷ് ചെയ്യുമ്പം നമ്മുടെ ഒബ്ജക്റ്റിനെ സ്ട്രിങ് ആക്കിയിട്ട് ബാക്ക് എൻഡിൽ പുഷ് ചെയ്യും. ബാക്ക് എൻഡിൽ നിന്ന് എടുക്കുമ്പോൾ ആ സ്ട്രിങ് ആയിരിക്കുമല്ലോ അവിടെ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വെച്ചോ, ബാക്ക് എൻഡിൽ നമ്മൾ ഇടുക ഈ ഒരു ഒബ്ജക്റ്റിനെ. അത് ഇടുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് കൊണ്ട് ഇടാൻ പറ്റില്ല, അതിനെ സ്ട്രിങ് ആക്കിയിട്ടേ ഇടാവൂ. ഓക്കെ, സ്ട്രിങ് ആക്കിയിട്ടേ ഇടാൻ പറ്റും. ഓക്കെ, സ്ട്രിങ് ആക്കിയിട്ടേ ബാക്ക് എൻഡിൽ ഇടാൻ പറ്റും. ഇപ്പം ബാക്ക് എൻഡിൽ നിന്ന് നിങ്ങൾ എടുക്കുമെന്ന് വെച്ചോ, ഓക്കെ, അത് നമുക്ക് കിട്ടുന്ന ഈ ഒരു, നമ്മൾ സ്ട്രിങ് ആയിട്ടല്ലേ ഇപ്പൊ ബാക്ക് എൻഡിൽ കൊടുത്തത്, ആ ഒരു സ്ട്രിങ് വെർഷൻ ആയിട്ടായിരിക്കും ബാക്ക് എൻഡിൽ കിട്ടുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ഒബ്ജക്റ്റ് ആക്കണം. അതായത് ആ സ്ട്രിങ്ങിനെ നമ്മൾ ഒബ്ജക്റ്റ് ആക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. കൊണ്ടിടുമ്പോൾ ഒബ്ജക്റ്റിനെ സ്ട്രിങ് ആക്കണം, തിരിച്ച് എടുക്കുമ്പോൾ സ്ട്രിങ്ങിനെ ഒബ്ജക്റ്റ് ആക്കണം. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി 2 മെത്തേഡ് ഉണ്ട്. ജേസോൺ ഡോട്ട് സ്ട്രിങ്ങിഫൈ,
json.parse. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു പേഴ്സൺ 1 എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ സ്ട്രിങ് ആക്കി കാണിക്കാം. കൺസോൾ പ്രിന്റ് ചെയ്യാം. ഞാൻ പേഴ്സൺ 1 കണ്ടു, എല്ലാം കമന്റ് ചെയ്തിട്ട് പേഴ്സൺ 1 ഇങ്ങനെയല്ല കിടക്കുന്നത്. അതായത് എനിക്കൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഇപ്പം അതിനെ സ്ട്രിങ് ആക്കി കാണിക്കാം. സ്ട്രിങ്ങിഫൈ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, json.stringify. അത് നിങ്ങൾ സ്ട്രിങ് ചെയ്യുമ്പോൾ ഇതേ കണ്ട ഈ ഒബ്ജക്റ്റ് ജേസോൺ ഫോർമാറ്റിലായുണ്ടോ? മനസ്സിലായോ? ഈ ഫോർമാറ്റ് വേറെ, ഈ ഫോർമാറ്റ് വേറെ. സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? സോ ഇങ്ങനെ ജേസോണിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം കാണിച്ചു. ഓക്കെ, ഇപ്പൊ ഞാൻ പേഴ്സൺ 2 ആ സ്ട്രിങ്ങിഫൈഡ് വെർഷൻ ആക്കി. അപ്പോൾ പേഴ്സൺ 2 ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ ജേസൺ ആ സ്ട്രിങ്ങിഫൈഡ് വെർഷൻ ആയി. എനിക്കിപ്പോൾ ഈ പേഴ്സൺ 2 തിരിച്ച് എനിക്ക് ഒബ്ജക്റ്റ് വെർഷനിലാക്കണം. ആ വെർഷനിലാക്കുന്നതിന്റെ വേറൊരു ഫോർമാറ്റാ json.parse. പാർസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പൊ ഞാൻ തിരിച്ച് എന്താ പേഴ്സൺ 3 ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ json.parse കണ്ട തിരിച്ച് ഒബ്ജക്റ്റ് ഫോർമാറ്റ് ആയതുണ്ടോ? മനസ്സിലായോ? അതായത് ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് സ്ട്രിങ് ആക്കണമെങ്കിൽ json.stringify. അതേ ഒരു സ്ട്രിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വെച്ചോ, അതിനെ നിങ്ങൾക്ക് തിരിച്ച് ബാക്ക് ടു ഒരു ഒബ്ജക്റ്റ് കണക്കാക്കണമെങ്കിൽ json.parse. രണ്ട് ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഫംഗ്ഷൻ എവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കിത് ഒറ്റ ലൈനെ എഴുതാം കേട്ടോ. ഈ പേഴ്സൺ 2 ഒറ്റ ലൈനെ എനിക്ക് ഇങ്ങനെ എഴുതാം, json.stringify. എനിക്ക് ഒറ്റ ലൈൻ എഴുതാൻ പറ്റും. അതായത് json.parse ചെയ്യുക. എന്തിനാ json.parse ചെയ്യേണ്ട? ഇതിനെ സ്ട്രിങ്ങിഫൈ ചെയ്ത സാധനത്തിന് json.parse ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, പൊട്ടറാണോ, എന്തിനാ സ്ട്രിങ്ങിന് ആദ്യം സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അത് ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ കിടന്നാൽ പോരെയും ചോദിക്കും. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? സ്ട്രിങ് ആക്കുന്ന ഒബ്ജക്റ്റ് ആക്കുന്ന മനസ്സിലായോ? കുറച്ച് പാടായിരിക്കും ആദ്യമായിട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ എളുപ്പം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? വേറെ ആരെങ്കിലും റിപ്ലൈ ഒന്നുകൂടെ എടുക്കാനാ? മനസ്സിലായില്ലെങ്കിൽ ഹലോ, എല്ലാവരും പോയാ? ഒന്നുകൂടെ പറയാം. ഓക്കെ, ഓക്കെ. ഇതിനകത്ത് ഞാൻ ഇപ്പം ആക്ച്വലി എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മറ്റേ ഒബ്ജക്റ്റിന്റെ കാര്യമല്ലായിരുന്നോ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒബ്ജക്റ്റ് ഇങ്ങനെ നമ്മൾ റെഫറൻസ് മാറ്റണം. അതായത് ഇപ്പോൾ പേഴ്സൺ 1 എന്നും പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഈ പേഴ്സൺ 1 നമ്മൾ വേറൊരു ഒബ്ജക്റ്റിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അത് രണ്ടും സെയിം റെഫറൻസിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സെയിം റെഫറൻസിൽ പോയിന്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ 1 ചേഞ്ച് ചെയ്യുമ്പോൾ ആ പേഴ്സൺ 2 ചേഞ്ച് ആവും. ഇതാണല്ലോ പ്രശ്നം. അപ്പൊ നമ്മൾ ഈ പേഴ്സൺ 1 ആ ഒരു റെഫറൻസ്, ആ പേഴ്സൺ 1 പേഴ്സൺ 2 റെഫറൻസ് ചെയ്യുന്ന ഇങ്ങോട്ടാ സെയിം പോയിന്റില്ല. അതങ്ങ് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യുന്ന എങ്ങനെയാ? മറ്റേ ഡോട്ട് പേഴ്സൺ എന്നും പറഞ്ഞൊരു ഇത് വെച്ചിട്ടാണ് ബ്രേക്ക് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ, അതായത് പറഞ്ഞോണ്ടിരുന്നത് എന്താ വെച്ചാൽ കോൺസ് പേഴ്സൺ 2 എന്നാക്കി അത് പേഴ്സൺ 1 സ്റ്റോർ ചെയ്ത്. ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഓൾറെഡി പേഴ്സൺ 2 ഉണ്ടെന്ന്. പ്രശ്നം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ 2 ഈ പേഴ്സൺ 1 ഇപ്പൊ സെയിം റെഫറൻസ്, അതായത് മെമ്മറി ലൊക്കേഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പേഴ്സൺ 1 ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പേഴ്സൺ 2 ചേഞ്ച് ആവും. ഓക്കെ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പേഴ്സൺ 1.name ശബരീഷ് 2 എന്നാക്കി. ശബരീഷ് മാറ്റിട്ട് വേണം അതിനാക്കാം, കുറച്ചുകൂടി മനസ്സിലാക്കാം. അലനാക്കി. ഇപ്പൊ ഞാൻ രണ്ട് സാധനം പ്രിന്റ് ചെയ്ത് തരാം. പേഴ്സൺ 1 പേഴ്സൺ 2 പ്രിന്റ് ചെയ്യാം.
കണ്ടോ, ആക്ച്വലി ഞാൻ പേഴ്സൺ 1 മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ, പക്ഷേ എനിക്ക് പേഴ്സൺ 2 കൂടെ ചേഞ്ച് ആയി. കണ്ടോ, അതേ രണ്ട് സ്ഥലത്ത് അല്ലെന്നല്ലെന്ന് ഒന്നുണ്ടോ. എന്തുകൊണ്ടാണ് ചേഞ്ച് ആയ അങ്ങനെ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ രണ്ട് സാധനം, അതായത് പേഴ്സൺ 1 കൊണ്ട് ഇതിൽ വെച്ച സ്ഥിതിക്ക് ഈ പേഴ്സൺ 2 സെയിം റെഫറൻസിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവം വന്നത്. അപ്പൊ ഞാൻ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഇതിനെ ഒരു ഒബ്ജക്റ്റ് ആക്കിയിട്ട് പേഴ്സൺ 1 ആക്കി. ഇങ്ങനെ ആക്കുമ്പോൾ ഇതെന്ത് സംഭവിക്കും? ഇതാണ് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിനകത്തുള്ള എലമെന്റ്സിനെ മാത്രം എടുത്ത് ഇതിൽ വെക്കും. അത് ഞാൻ വേറെ ഒബ്ജക്റ്റ് വെച്ച സ്ഥിതിക്ക് ഇത് രണ്ടും ഇപ്പൊ സെയിം മെമ്മറി ലൊക്കേഷനിലല്ല പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ഫസ്റ്റ് പേഴ്സന്റെ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ മാത്രമേ ചേഞ്ച് ആവൂ. ഇവിടെ കണ്ടോ, ചേഞ്ച് ഉണ്ടോ? ഫസ്റ്റ് പേഴ്സൺ മാത്രമേ ചേഞ്ച് ആവും, സെക്കൻഡ് പേഴ്സന്റെ നെയിം ചേഞ്ച് ആവത്തില്ല. എന്തുകൊണ്ടാണ്? എന്താ വെച്ചാൽ ഞാൻ ആ ഒരു റെഫറൻസിനെ ബ്രേക്ക് ചെയ്തു. ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിനകത്ത് വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അതാ ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഞാൻ ഈ ഒബ്ജക്റ്റിന്റെ റെഫറൻസും ബ്രേക്ക് ചെയ്യുന്നത് പേഴ്സൺ 1 മാത്രമേ ഞാൻ ഇപ്പൊ ബ്രേക്ക് ചെയ്തുള്ളൂ. ആ കോളേജ് എന്ന് പറഞ്ഞ അതൊരു ഒബ്ജക്റ്റ്, അതിനെ ഒരു മെമ്മറി ലൊക്കേഷൻ കാണും. അപ്പൊ നമ്മൾ അത് ഇവിടെ കൊണ്ട് വെക്കുമ്പോൾ ഈ പേഴ്സൺ 2 ഒരു കോളേജ് ആണല്ലോ, ആ കോളേജും ഈ കോളേജും സെയിം മെമ്മറി ലൊക്കേഷനിലാണ് പോയിന്റ് ചെയ്യുന്നത്. ആ കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ ഞാൻ ഔട്ടർ ഒബ്ജക്റ്റിനെ മാത്രമേ ഞാൻ മെമ്മറിയിലേക്ക് മറ്റേ റെഫറൻസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ അകത്തുള്ള ഒബ്ജക്റ്റ്, ഈ കോളേജ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിന്റെ ആ ഒരു റെഫറൻസ് ഞാൻ ബ്രേക്ക് ചെയ്തില്ല. ഓക്കെ, ഇത്ര മനസ്സിലായോ? അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ കോമ ഇട്ടിട്ട് ആ കോളേജ് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ബ്രേക്ക് ചെയ്യണം. അതായത് പേഴ്സൺ 1 കോളേജ് ആയിട്ട് ബ്രേക്ക് ചെയ്തെന്ന് വെച്ചോ, ഇങ്ങനെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കോളേജിന്റെ നെയിം ഞാൻ ഇപ്പൊ പെരുമൺ ആക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സന്റെ കോളേജിന്റെ നെയിം മാത്രമേ പെരുമൺ ആവത്തുള്ളൂ, സെക്കൻഡ് പേഴ്സന്റെ കോളേജിന്റെ നെയിം പെരുമൺ ആവത്തില്ല. SK CET തന്നെ കിടക്കുന്നു. ഓക്കെ, ഇത്ര മനസ്സിലായോ? നെസ്റ്റഡ് ഒബ്ജക്റ്റ് വരുന്ന കാര്യം മനസ്സിലായോ? ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഒരു ഒബ്ജക്റ്റും കൂടെ വെച്ചെന്ന് വെച്ചോ, ഒരു ഒബ്ജക്റ്റും കൂടെ ഞാൻ ഇവിടെ വെക്കുക, എനിക്ക് ഇതിന്റെ റെഫറൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഇനി അങ്ങോട്ട്. അതായത് നമുക്ക് 2 ലെവലായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു ഔട്ടർ ലെവൽ കഴിഞ്ഞ് ഒരു ഇന്നർ ലെവൽ കഴിഞ്ഞു, അതായത് ഈ 2 ലെവൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പറ്റത്തില്ല. അങ്ങോട്ട് പറ്റുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ഇത് ഇവിടെ ഒരു കോമ ഇട്ടിട്ട് ബ്രേക്ക് ചെയ്ത് അങ്ങനെ പറ്റില്ല. അപ്പൊ അത് നടക്കാത്ത കാര്യം. ഇപ്പം 2 ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഒരു 10 രൂപ ഒബ്ജക്റ്റിനകത്ത് ഒബ്ജക്റ്റ് അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിലും എങ്ങനെ ബ്രേക്ക് ചെയ്യും? അതാണ് നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്കൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, എളുപ്പമായിട്ടുള്ള സൊല്യൂഷൻ. അതിനാ ഞാൻ നിങ്ങൾക്ക് JSON.stringifyയും JSON.parse പഠിപ്പിച്ചത്. ഓക്കെ, അത് അപ്പം JSON.stringify JSON.parse പറയുന്നതിന് മുമ്പ് അത് എന്തുവാ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണം. ഓക്കെ, അതിന് ഞാൻ JSON ഏത് ഫോർമാറ്റിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം ഇതെല്ലാം കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് JSON ഏത് ഫോർമാറ്റിലാണ് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ഇപ്പൊ പേഴ്സൺ 1 എങ്ങനെയാണ് കിടക്കുന്നത്, ആ ഒരു ഒബ്ജക്റ്റ് ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അതിന് ഞാൻ JSON.stringify ചെയ്യുമ്പോൾ അതൊരു സ്ട്രിങ്ങിഫൈഡ് വെർഷനാണ്. JSON പ്രോബബ്ലി ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ ഈ ഒരു സാധനം ആയിരിക്കും ബാക്ക് എൻഡിൽ കൊണ്ടിടുന്നത്. ഓക്കെ, അപ്പം ബാക്ക് എൻഡിന് വരുന്ന സാധനം നമുക്ക് തിരിച്ചത് ഒബ്ജക്റ്റ് ആക്കണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സ്ട്രിങ്ങിഫൈഡ് വെർഷനെ ഞാൻ തിരിച്ച് ഒബ്ജക്റ്റ് ആക്കും. ഓൾറെഡി അവിടെ ഒരു പേഴ്സൺ 2 ഉണ്ടല്ലേ. ഓക്കെ, ഓക്കെ, അതായത് ഞാൻ സ്ട്രിങ്ങിഫൈ ചെയ്ത് തിരിച്ച് ഒബ്ജക്റ്റ് ആയി. ഇപ്പൊ മനസ്സിലായോ? അതായത് അപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പം എന്തിനാ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ റെഫറൻസ് അങ്ങ് ബ്രേക്ക് ആവും. ആ ഒരു ഒബ്ജക്റ്റ് മറ്റുള്ള ഒബ്ജക്റ്റുമായിട്ടുള്ള റെഫറൻസ് അങ്ങ് ബ്രേക്ക് ആവും. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ ഫുൾ റെഫറൻസും ബ്രേക്ക് ആവും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? അത് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ആ JSON.stringifyയും JSON.parse ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? JSON.stringify JSON.parse മനസ്സിലായോ? സ്ട്രിങ്ങിഫൈ ആണെങ്കിൽ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യും, പാർസ് ആണെങ്കിൽ തിരിച്ച് ആ സ്ട്രിങ്ങിനെ എന്താക്കും? ഇതാക്കും, ഒബ്ജക്റ്റ് ആക്കും. ഓക്കെ, അത് ഇപ്പൊ കണ്ടോ ഞാൻ എന്താ ചെയ്തെന്നുണ്ടോ?
ആ റെഫറൻസ് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് ഡീപ്പായിട്ട് പോയി എല്ലാത്തിൻ്റെയും റെഫറൻസ് കളയാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ജേസൺ ഡോട്ട് പാർസും ജേസൺ ഡോട്ട് സ്ട്രിങ്ങിഫൈയും ചെയ്തിട്ട് അത് പേഴ്സൺ 2 സ്റ്റോർ ചെയ്തതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇപ്പം പേഴ്സൺ 1ന്റെ നെയിം ചേഞ്ച് ചെയ്ത് ഞാൻ ഇപ്പം അസിനാക്കാന്ന് വെച്ചോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് പേഴ്സൺ 1 ഞാൻ ഓൾറെഡി പ്രിന്റ് ചെയ്യും. അതെ, പിന്നെ ഞാനും പ്രിന്റ് ചെയ്യും. അസിനാക്കി കഴിഞ്ഞാൽ പേഴ്സൺ 1 മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ, പേഴ്സൺ 2 അവിടെ ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, വെയിറ്റ്, എല്ലാം കമ്മിറ്റ് ചെയ്യാം, ഇതൊന്നും വേണ്ട. ഓക്കെ, ഇപ്പൊ നമ്മുടെ പേഴ്സൺ 1 എന്തോ കിടക്കുന്നത്, ശബരീഷ് ഈ സംഭവങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പൊ ആ റെഫറൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്ത്, എന്നിട്ട് ഞാൻ അതിനെ പാർസ് തിരിച്ച് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഹലോ, കേൾക്കാവോ? ഓക്കെ, തിരിച്ച് ഞാൻ ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഈ റെഫറൻസ് അങ്ങ് ബ്രേക്ക് ആവും. എന്നിട്ട് ഞാൻ ഇപ്പൊ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടോ ആ റെഫറൻസ് ബ്രേക്ക് ആയി. അഫ്കോഴ്സ് അസിൻ ചേഞ്ച് ആയതുണ്ടോ. ഇപ്പൊ ഞാൻ കോളേജ് ചേഞ്ച് ആക്കി കാണിക്കാം. കോളേജ് ഇപ്പൊ അഫ്കോഴ്സ് സെയിം ആയിട്ട് കിടക്കുക. അപ്പം ഫസ്റ്റ് പേഴ്സന്റെ ചേഞ്ച് ആക്കി പെരുവണാക്കി കാണിക്കാം. ഫസ്റ്റ് പേഴ്സന്റെ ചേഞ്ച് ആയി, സെക്കൻഡ് പേഴ്സന്റെ ചേഞ്ച് ആയില്ല. കണ്ടോ, അപ്പൊ ഇത് എളുപ്പമില്ലേ. ഇതിനകത്ത് ഇനി എത്ര ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അകത്ത് പോയി പിന്നെയും എന്താ മറ്റേ ഒരു സംഭവം ഇട്ടിട്ട് ഡോട്ട് ഇട്ടിട്ട് പേഴ്സൺ 1 എന്നൊന്നും ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഡീസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെക്കാട്ടിലും എളുപ്പമല്ലേ മറ്റേ ഈ സാധനം ഓരോന്നും പോയി ചേഞ്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലല്ലേ എൻറ്റയർ ഒരു ഒബ്ജക്റ്റിന്റെ റെഫറൻസ് തന്നെ ബ്രേക്ക് ആവും. മനസ്സിലായോ നിങ്ങൾക്ക്? സംഭവം മനസ്സിലായോ? അതിനായി ജേസൺ ഡോട്ട് പാർസ്, ജേസൺ ഡോട്ട് സ്ട്രിങ്ങിഫൈ യൂസ് ചെയ്യണം. ഇതിന് മാത്രമല്ല പിന്നെ ബാക്ക് എൻഡിലേക്കൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. സംഭവം മനസ്സിലായോ? മനസ്സിലായില്ലേ? ഹാൻഡ് റേസ് അറിയാവല്ലാണോ അല്ലേ? ഓക്കെ, അറിയാണ്ടെന്ന് തോന്നുന്നു. അറിയാതെ ഓക്കെ, ഇത്ര മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത് പഠിക്കാം. ഇത് എന്തിനാണ് ഇപ്പൊ പഠിപ്പിച്ചത്? നിങ്ങൾ നാളെ എന്തെങ്കിലും ഈ അറേനെ കൊണ്ട് നിങ്ങൾ വേറെ അറയെ കൊണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരെണ്ണം ചേഞ്ച് ആകുമ്പോൾ മറ്റൊന്നും ചേഞ്ച് ആവും. അപ്പം എന്തിനാന്ന് അറിഞ്ഞിരിക്കുക. ആ കോൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ എന്തിനാ ഈ അറയൊക്കെ ചേഞ്ച് ആവുന്നത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സമയത്ത് എനിക്കുണ്ടായിരുന്നു, ഞാൻ ഇത് ആദ്യമേ പഠിച്ചില്ലായിരുന്നു. അപ്പൊ എനിക്ക് കുറെ അനുഭവിച്ചു. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന നമ്മൾ ആക്ച്വലി 2 ലൂപ്പിംഗ് മെത്തേഡ് പഠിച്ചായിരുന്നു. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് ഡു വൈൽ നോക്കാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ നോക്കി എനിക്കറിയത്തില്ല. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. ഇനിയും ഇപ്പോൾ വേറൊരു 2 ലൂപ്പും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റാ. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഓക്കെ, അതിലൊന്നാണ് ഫോർ ഈച്ച്. ഓക്കെ, ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഓക്കെ, ഫോർ ഈച്ച് എന്തിനാ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിം സാധനം. അതായത് ഇപ്പം ഞാൻ നെയിംസ് എന്നും പറഞ്ഞൊരു എനിക്കൊരു അറേ ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. എനിക്കിപ്പോൾ അതിനെ ലൂപ്പ് ചെയ്തിട്ട് എനിക്ക് ആ നെയിം പ്രിന്റ് ചെയ്യണം. സാധാ ഫോർ ലൂപ്പ് നമ്മൾ എങ്ങനെയാ പ്രിന്റ് ചെയ്യുന്നത്? ഫോർ ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എന്ത് ചെയ്യും, നെയിംസ് ഡോട്ട് ലെങ്ത് i++. ഓർക്കുന്നു ഇന്നലെ മണിയെന്ന് പറഞ്ഞെന്നാ. എന്നിട്ട് നമ്മൾ നെയിംസ് ഓഫ് ഐനെ പ്രിന്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ 3 നെയിം പ്രിന്റ് ആയി. ഓക്കെ, ഇങ്ങനെ ആ ഫോർ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിസഡ്വാൻറ്റേജ് അവർ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ വേരിയബിൾ എടുക്കണം, എന്നിട്ട് അതിനെ ഇൻക്രിമെന്റ് ചെയ്യണം, അത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ലെങ്ത്തിനെക്കാട്ടിലും ലെസ് ദാൻ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ആ എല്ലാ അറേയുടെ എല്ലാ എലിമെന്റ് ട്രാവേഴ്സ് ചെയ്യാൻ മാത്രമാണെങ്കിൽ നമുക്ക് വേറൊരു എഫിഷ്യന്റ് മെത്തേഡ് ഉണ്ട്. അതാണ് ഫോർ ഈച്ച് മെത്തേഡ്. ഈ ഫോർ ഈച്ച് മെത്തേഡ് നമ്മൾ അധികം യൂസ് ചെയ്യത്തില്ല, പക്ഷെ മാപ്പ് അടുത്ത് വരാൻ പോകുന്ന മാപ്പ് എന്നും പറഞ്ഞൊരു കോൺസെപ്റ്റ്. അപ്പൊ അത് അറിഞ്ഞിരിക്കുമ്പോൾ ഫോർ ഈച്ച് അറിഞ്ഞിരിക്കുന്നത് അത്ര നല്ല. അപ്പം ഫോർ ഈച്ച് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ നെയിംസ് ഉണ്ടല്ലോ, ഈ അറേ ഉണ്ടല്ലോ, ഈ അറേ ഡോട്ട് ഫോർ ഈച്ച് ചെയ്യണം. അതൊരു മെത്തേഡാണ്. അപ്പൊ അറേ ഡോട്ട് ലെങ്ത് നെയ്യുമ്പോൾ ആ ലെങ്ത് ഓഫ് ദി അറേ റിട്ടേൺ ചെയ്യുന്ന കണക്ക് ഇതൊരു മെത്തേഡാണ്. ഓക്കെ, ഇതൊരു ഫംഗ്ഷൻ ആയ സ്ഥിതിക്ക് ഫംഗ്ഷൻ ഇട്ടു. ഇതെന്താ എടുക്കുന്ന വെച്ചാൽ ഒരു
ഫംഗ്ഷൻ ആയിരിക്കും, ഒരു ആരോ ഫംഗ്ഷൻ ആയിരിക്കും. ഈ ആരോ ഫംഗ്ഷൻ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയും. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എവിടെ ആരോ ഫംഗ്ഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടോ, ഇവിടെ യൂസ് ആകുന്നുണ്ടോ. സോ ഇന്ന ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇതിൽ ബേസിക്കലി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് 2 ആർഗ്യുമെന്റ് അതായിട്ട് മേടിക്കും. ഫസ്റ്റ് എന്താ പറയുക, നെയിംസ് യൂസ് ചെയ്യണ്ട. ഫസ്റ്റ് ഒരു ആർഗ്യുമെന്റ് അത് എടുക്കും. ആർഗ്യുമെന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം കേട്ടോ. സെക്കൻഡ് അതിന്റെ ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ കൺസോൾ ലോഗ് ചെയ്ത് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പേഴ്സൺസ് എന്ത് ചെയ്യരുത്. enter. Cannot redeclare. ഓ ചുമ്മാല്ല. താഴെ ഡിക്ലെയർ ചെയ്തോണ്ടായിരുന്നു. ഓക്കെ, പേഴ്സൺസിന്ന് എടുത്ത് ഇപ്പൊ ഇതിൽ കണ്ടോ, ഇത് ഔട്ട്പുട്ട് ഉണ്ടോ സൈഡില്. ഇത് എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പേഴ്സൺസ് എന്ന് വെച്ചാൽ എന്തോ ഇവിടെ ഇതിനകത്ത് എന്തോ പേഴ്സൺസ് എന്ന് വെച്ചാൽ ഒരു അറയാ. ഓക്കെ, എനിക്ക് അറയ്ക്കകത്ത് ഈ ഫോർ ഈച്ച് മെത്തേഡ് അങ്ങ് പെർഫോം ചെയ്യണം. പെർഫോം ചെയ്യുമ്പോൾ ഇത് എന്ത് സംഭവിക്കും, ആ അറയ്ക്കകത്തുള്ള ഈച്ച് എലമെന്റ് അതിൽ തന്നെ ആ വേർഡിൽ തന്നെ ഉണ്ട് ഫോർ ഈച്ച്. എല്ലാ എലമെന്റിനും എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യും. ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്ന സംഭവം എന്താ വെച്ചാൽ അതിനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, സാധാരണ നെയിമിംഗ് കൺവെൻഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഈ അറേക്ക് നമ്മൾ പ്ലൂറൽ ആയിട്ട് ഒരു നെയിമിംഗ് കൺവെൻഷൻ കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓഫ്കോഴ്സ് വേരിയബിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ അറേ ആണെങ്കിൽ നമ്മൾ ഒരു ഓഫ്കോഴ്സ് അത് കുറെ എലമെന്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, പ്ലൂറൽ ആയിട്ട് കൊടുക്കും. ഇവിടെ പേഴ്സൺസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഞാൻ പേഴ്സൺസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഈ അറേനെ ഫോർ ഈച്ച്, അതായത് ഫോർ ഈച്ച് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം ഇത് ഈ ജോൺ എന്ന് പറഞ്ഞ പേഴ്സണെ പോയി നിൽക്കും. മനസ്സിലായി? പേഴ്സൺ ഞാൻ കൊടുക്കുന്ന ഈ പേഴ്സൺ തന്നെ കൊടുക്കണമെന്നില്ല, വേണേ ഞാൻ വാല്യൂ എന്നും പറഞ്ഞ് കൊടുത്തെന്ന് വെച്ചാൽ അതൊരു ആർഗ്യുമെന്റ്. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, വാല്യൂ കൊടുത്താൽ അത് വർക്കാം. പക്ഷെ നെയിമിംഗ് കൺവെൻഷൻ എങ്ങനെയാ വെച്ചാൽ ഇത് പ്ലൂറൽ ആയിട്ട് കൊടുത്തിട്ട് ഇതിന്റെ സിംഗുലർ ആയിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ കോഡിങ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്വാസാണ്. അപ്പം ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേഴ്സൺ എന്നും പറഞ്ഞ ഈ ഒരു അറേനെ ഞാൻ ട്രാവേഴ്സ് ചെയ്യുക. ഫസ്റ്റ് പേഴ്സൺ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പേഴ്സന്റെ വാല്യൂ ജോൺ ആയിരിക്കും. ജോണിനെ ഞാൻ പ്രിന്റ് ചെയ്ത്, അഫ്കോഴ്സ് ഇതിൽ 2 ആർഗ്യുമെന്റ് ഉണ്ട്, ഒന്ന് പേഴ്സണും മറ്റൊന്ന് ഇൻഡെക്സും. ഓക്കെ, മനസ്സിലായല്ലോ. എന്നിട്ട് പേഴ്സൺ ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്. പേഴ്സൺ ആണെങ്കിൽ ആ എലമെന്റിനെ പ്രിന്റ് ചെയ്യും, ഇൻഡെക്സ് ആണെങ്കിൽ ഈ ഇൻഡെക്സിനെ പ്രിന്റ് ചെയ്യും. അത് ഏതാണോ ആ ഇൻഡെക്സിനെ പ്രിന്റ് ചെയ്യും. അഫ്കോഴ്സ് നിങ്ങൾക്ക് ഈ ഇൻഡെക്സ് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കളയാൻ പറ്റും. ഓക്കെ, കണ്ട ആ പേഴ്സൺ മാത്രം പ്രിന്റ് ആവും. അഫ്കോഴ്സ് തേർഡ് ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, ആ അറേ തന്നെ ആയിരിക്കും. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഈ സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം ഈ ഫോർ ഈച്ച് മെത്തേഡ് വർക്കാവുന്ന മനസ്സിലായോ? ഈ വേറൊരു യൂസ് കേസ് ഇപ്പൊ ഞാൻ ഒരു സം വെച്ചേക്കാന്ന് വെച്ചോ, സം ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ ഒരു നമ്പർ വെച്ചേക്കാം, കോൺസ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 1 2 3 4 5. എനിക്കിപ്പോ ഈ സമ്മിനെ ഇത് ചെയ്യണം, നമ്പേഴ്സ് ഡോട്ട് ഫോർ ഈച്ച് നമ്പർ. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ആ സമ്മുമായിട്ട് പ്ലസ് ചെയ്യാൻ പോകുന്നു. സമ്മ് പ്ലസ് ഈക്വൽ ടു നമ്പർ. എന്നിട്ട് പുറത്ത് വന്നിട്ട് സമ്മിനെ പ്രിന്റ് ചെയ്യും. അഫ്കോഴ്സ് ഈ സമ്മിന്റെ എല്ലാം പ്രിന്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഫസ്റ്റ് നമ്പറിന്റെ വാല്യൂ എന്തോ നിങ്ങൾ ചിന്തിച്ച് നോക്കും. ഫസ്റ്റ് ഫോർ ഈച്ച് വരുമ്പോൾ നമ്പറിന്റെ വാല്യൂ എന്തോ 1. ഓക്കെ, ഇവിടെ ഞാൻ ഇനിഷ്യലി 0 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം 1 0 പ്ലസ് ഈക്വൽ ടു 1 എന്തോ, അപ്പൊ ഇവിടെ എന്താ ഇപ്പം വാല്യൂ ഇതിന്റെ എന്താ 1 ആണ്. ഓക്കെ, അടുത്ത ഐറ്ററേഷനിലെ നമ്പറിന്റെ വാല്യൂ എന്താ 2 ആ. ഓക്കെ, അപ്പം 1 പ്ലസ് ഈക്വൽ ടു എന്താ 3. 1 പ്ലസ് ഈക്വൽ ടു 2 എന്താ 3. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് ഷോർട്ട് ഫോം കൺവേർഷനാണ്. ഇതിന്റെ സം പ്ലസ് നമ്പർ ഇങ്ങനെ ഇത് എഴുതുന്നത്, ആ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ മറ്റേ രീതി എഴുതും. മനസ്സിലായി? ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഫോർ ഈച്ച് യൂസ് ചെയ്യാം.
ഡയറക്റ്റ് ആയിട്ട് എന്താ പറയാ ഒരു പുതിയ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് ഇൻക്രിമെന്റ് ചെയ്ത് അങ്ങനെ ചെയ്യാണ്ട് എളുപ്പം മെത്തേഡിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ? ആ ഫോർ ഈച്ച് കോൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ജസ്റ്റ് ട്രാവേഴ്സ് ചെയ്യുന്നത്, എല്ലാം ട്രാവേഴ്സ് ചെയ്യുന്നത്, വേറെ പണിയില്ല, വെറുതെ ഇരുന്ന് ട്രാവേഴ്സ് ചെയ്യാം. സെക്കൻഡ്, ഇത് ഈ മനസ്സിലാവേണ്ട സംഭവം എന്താ വെച്ചാൽ ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഞാൻ നമ്പേഴ്സ് console.log ലെങ്ത് അങ്ങ് പ്രിന്റ് ചെയ്യുമ്പോൾ അതെന്ത് 5 പ്രിന്റ് ആയി, അതായത് നമ്പറിന്റെ ലെങ്ത് 5 ആ. ഓക്കെ, അപ്പം ഈ ഫോർ ഈച്ച് മെത്തേഡിന്റെ റിട്ടേൺ ടൈപ്പ് എന്തോ നമ്മൾ അറിയണ്ടേ? അതായത് അതൊരു മെത്തേഡ് ആണല്ലോ, അപ്പൊ അതിന് റിട്ടേൺ ടൈപ്പ് ആണല്ലോ. അപ്പൊ ഞാൻ അത് റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഇത് സ്റ്റോർ ചെയ്ത് അത് കാണാം നമുക്ക് എന്തോ അതിന്റെ റിട്ടേൺ ടൈപ്പ്. എന്നിട്ട് console.log ഞാൻ റിസൾട്ട് ചെയ്തു. അഫ്കോഴ്സ് അതൊരു അൺഡിഫൈൻഡ് ആണ്. അതായത് അതിന്റെ അർത്ഥം എന്താ? അൺഡിഫൈൻഡ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഈ ഫോർ ഈച്ച് മെത്തേഡാണ് ഒന്ന് റിട്ടേൺ ചെയ്യുന്നില്ല. സംഭവം മനസ്സിലായോ? അത് ആകെ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഒരു അറേ കിടപ്പുണ്ട്, ആ അറയിൽ നിങ്ങൾക്ക് ഫുള്ള് ട്രാവേഴ്സ് ചെയ്യണം എന്നും ഉണ്ടെങ്കിൽ മാത്രം ഫോർ ഈച്ച് യൂസ് ചെയ്യുക. ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യണം ഉണ്ടെങ്കിൽ ഫോർ ഈച്ച് യൂസ് ചെയ്യില്ല, ഫോർ ലൂപ്പ് എന്ന് പൊക്കും. ഫുള്ള് ട്രാവേഴ്സ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ജസ്റ്റ് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണം, എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫോർ ഈച്ച് യൂസ് ചെയ്യാം. അത് ഈ അറയിൽ പോയിട്ട് ഏതാണോ അറേ ആ അറേനെ ചേഞ്ച് ചെയ്യും. കോൺസെപ്റ്റ് മനസ്സിലായോ? ആ അറേനെ ചേഞ്ച് ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, അല്ലാതെ പ്രത്യേകിച്ച് പുതിയ ഒരു അറേ ആയിട്ട് റിട്ടേൺ ചെയ്തില്ല. അതുകൊണ്ട് ആ ഫോർ ഈച്ച് റിട്ടേൺസ് നത്തിങ്. അതുകൊണ്ട് അൺഡിഫൈൻഡ് എന്ന് ഒന്ന് റിട്ടേൺ ചെയ്യാനുണ്ടാവും. ഇത്ര മനസ്സിലായല്ലോ ഫോർ ഈച്ചിന്റെ കോൺസെപ്റ്റ്? ഫോർ ഈച്ച് മനസ്സിലായെങ്കിൽ അടുത്ത മാപ്പ് പഠിപ്പിക്കാം. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് മാപ്പ്. ഇതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താ പറയാ ഒരു അറേ ട്രാവേഴ്സിങ് മെത്തേഡ്. ഞാൻ ഇത് ചെയ്യാണ്ട് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടേ ഇല്ല, ആരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ബാക്ക് എൻഡിൽ നിന്ന് ആലോചിക്കുക, ഒരു അറേക്കകത്ത് കുറെ ഇങ്ങനെ ഡീറ്റെയിൽസ് വരിക. ബാക്ക് എൻഡിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, എനിക്ക് ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പം ഇത് ട്രാവേഴ്സ് ചെയ്യുന്ന ഫോർ ലൂപ്പോ ഫോർ ഈച്ചോ ഒന്നും യൂസ് ചെയ്തില്ല നമുക്ക്. അതേപോലെ ഈ ഫോർ ഈച്ചിന്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ഏസിങ്ക് ഫംഗ്ഷനകത്ത് വർക്കാവില്ല. ഏസിങ്ക് എന്തുവാന്ന് പിന്നെ പറഞ്ഞുതരാം. ഈ സെഷൻ നമ്മൾ എടുക്കുക അറിയില്ല, കുറച്ച് അഡ്വാൻസ് ടോപ്പിക് ഏസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ്. അപ്പം അത് അഥവാ വരുവാണെങ്കിൽ നമ്മൾ അത് എടുക്കാം. ഏസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ്, ആ ഏസിൻക്രണസിനകത്ത് നമ്മൾ ഈ ഫോർ ഈച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അത് ഓർത്ത് വെച്ചോ. ഭാവി നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചോളൂ, ഈ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അത് ഓക്കെ, വെബ് ഡെവലപ്പർ ആകുമ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചാൽ ഫോർ ഈച്ച് ഏസിൻക്രണസ് ഫംഗ്ഷനകത്ത് റൺ ചെയ്യില്ല. ഓക്കെ, മാപ്പിന്റെ മെയിൻ ഡിഫറൻസ് എന്താ വെച്ചാൽ അത് പറഞ്ഞുതരാം. ഫസ്റ്റ് മാപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ പേഴ്സൺസ് ഉണ്ട്. പേഴ്സൺസ് സെയിം ഫോർ ഈച്ച് എന്ന് പറയാൻ മാപ്പ് ഇടുക. ഓക്കെ, സെയിം ഇതൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ, ഒരു ആരോ ഫംഗ്ഷൻ അങ്ങ് എടുക്കും. ഓക്കെ, ഫംഗ്ഷൻ എടുത്തു, എന്നിട്ട് ആ പേഴ്സണെ ഞാൻ പ്രിന്റ് ചെയ്യാം. സെയിം മെത്തേഡ് ഫോർ ഈച്ച് കണ്ട ഓരോന്നായിട്ട് പ്രിന്റ് ചെയ്തു. ഇനിയിപ്പോൾ പേഴ്സൺ ഡോട്ട് നെയിം ആവേണ്ടെങ്കിൽ ആ നെയിം പ്രിന്റ് ചെയ്തു. ഓക്കെ, ആ നെയിം മാത്രമായിട്ട് എനിക്ക് പ്രിന്റ് ആവും. ഇപ്പൊ എനിക്ക് പേഴ്സൺ ഡോട്ട് ഏജ് ആവേണ്ടെങ്കിൽ ആ പേഴ്സൺ പ്രിന്റ് ആവും. ഓക്കെ, ഇത്ര മനസ്സിലായത്? അപ്പൊ ഇത് എന്താ മെയിൻ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇത് കാണിച്ചു തരാം. റിസൾട്ട് ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. റിസൾട്ടിനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, റിട്ടേൺ പേഴ്സൺ ഡോട്ട് നെയിം. ഓക്കെ, അതായത് ഇവിടെ പേഴ്സൺ ഡോട്ട് നെയിം വെച്ച് ഇനി ആ റിസൾട്ട് പ്രിന്റ് ചെയ്യുക. കണ്ടോ? അതായത് അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു പുതിയ അറേ ഫോം ചെയ്യാം. കണ്ടോ? നമ്മൾ മറ്റേ ഫോർ ഈച്ചിലാണെങ്കിൽ പുതിയ അറേ ഫോം ആവത്തില്ല. അതായത് മനസ്സിലായോ? ഫോർ ഈച്ച് ആണെങ്കിൽ ഉള്ള എന്തെങ്കിലും അറയിലായിരിക്കും ചേഞ്ച് വരുത്തുന്നത്. മാപ്പ് ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഉള്ള അറയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ നോക്കാം. console.log പേഴ്സൺസ് പ്രിന്റ് ചെയ്യുമ്പോൾ കണ്ടോ, പേഴ്സൺസിൽ യാതൊരു ചേഞ്ചും ഇല്ല. കണ്ടോ? അതേപോലെ പേഴ്സൺസ് അടങ്ങുന്നത്. മനസ്സിലായോ? അതായത് പുതിയ അറേ എടുത്തിട്ട് ആ അറേ മാത്രമേ മാപ്പ് ചേഞ്ച് ആക്കത്തുള്ളൂ, ഉള്ള അറയ്ക്ക് ഒരു ചേഞ്ചും വരത്തില്ല. അപ്പൊ അഫ്കോഴ്സ് നിങ്ങളിപ്പോ ബാക്ക് എൻഡിൽ നിന്ന് ഒരു ഡേറ്റ ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്. നിങ്ങൾ ബാക്ക് എൻഡിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു അറേ കിട്ടി, എനിക്ക് ഈ അറേ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതായത് ഈ അറേ എനിക്ക് ചേഞ്ച് ചെയ്യണ്ട, എനിക്ക് ഈ അറിയുന്ന എന്തെങ്കിലും പർട്ടിക്കുലർ എലമെന്റ് എടുത്ത് വേറെ അറേക്കകത്ത് സ്റ്റോർ ചെയ്യണം. ഞാൻ അഫ്കോഴ്സ് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം? മാപ്പ് മെത്തേഡ് ഒന്ന് യൂസ് ചെയ്യണം. വേറൊരു മെത്തേഡ് എനിക്ക് അവിടെ യൂസ് ചെയ്യാനില്ല. അപ്പം അതായി മാപ്പിന്റെ മെയിൻ ഉപയോഗം. ഇതൊരു പുതിയൊരു അറേ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഇത് എവിടെയാണെങ്കിലും യൂസ് ചെയ്യാം. ഏസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റിനകത്ത് എവിടെയാണെങ്കിലും ഈ സംഭവം യൂസ് ചെയ്യാം. സോ ഇതാ ഏറ്റവും ട്രാവേഴ്സ് ചെയ്യുന്ന ഏറ്റവും ഫുൾ നമ്മൾ എന്ത് വന്നാലും ട്രാവേഴ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്രണ്ട് എൻഡ് ഇതായിരിക്കും മിക്കവാറും. സംഭവം മനസ്സിലായോ? മാപ്പിന്റെ വ്യത്യാസം മനസ്സിലായോ? മാപ്പ് ഫോർ ലൂപ്പുള്ള വ്യത്യാസം മനസ്സിലായോ? അതായത് ഫോർ ഈച്ച് ആണെങ്കിൽ ഉള്ള അറേ മാത്രമേ ചേഞ്ച് ആകത്തുള്ളൂ, പുതിയ അറേ റിട്ടേൺ ചെയ്യത്തില്ല.
പക്ഷെ മാപ്പ് ആണെങ്കിൽ ഉള്ള അരയ്ക്ക് ഒരു ചേഞ്ചും വരത്തില്ല, പുതിയ അരയെ നമുക്ക് റിട്ടേൺ ചെയ്യും. സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാവർക്കും മനസ്സിലായോ? സെഷൻ കഴിഞ്ഞു, എല്ലാവരും ഇനിയിപ്പോ റിപ്പീറ്റ് മനസ്സിലായല്ലോ. എന്തെങ്കിലും ഇന്ന് പറഞ്ഞതിൽ മനസ്സിലായില്ല എന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ എടുത്തുതരാം. ഇന്ന് പറയേണ്ടതൊക്കെ പറഞ്ഞു തോന്നുന്നു. പാരാമീറ്റേഴ്സ്, ഡീഫോൾട്ട് പാരാമീറ്റേഴ്സും ആരോ ഫങ്ഷൻസ്, വാല്യൂം റെഫറൻസും, പിന്നെ ഫോർ ഈച്ച്, പിന്നെ മാപ്പ്. അത്യാവശ്യം കുറെ കിട്ടില്ലല്ലോ. മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായോ? എന്താന്ന് വെച്ചാൽ നീ പറ, എടുക്കണേ ഒന്നുകൂടെ എടുത്തുതരാം എന്തേലും. ശബരീഷിനെ ഓർക്കണമല്ലോ, എന്തോ സ്റ്റാർട്ടിങ് ഏത് ഫംഗ്ഷൻ അടി മനസ്സിലായില്ല. പോയോ? ഫംഗ്ഷൻ ആഡ് ഒക്കെ പറഞ്ഞല്ലോ. ഓ മറ്റേ പാരാമീറ്റേഴ്സ് ആർഗ്യുമെന്റ് ആണോ? അതിൻ്റെ ഉള്ള വ്യത്യാസമാണോ? ഓക്കെ ഓക്കെ. ഐ ഹോപ്പ് നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന്. ഓക്കെ, ഇതിലാണെങ്കിൽ അതായത് പുതിയ നേരത്ത് പറയാം. ഓക്കെ, ഇതിലാണ് എങ്ങനെ നമ്മൾ എങ്ങനെ ഫംഗ്ഷൻ ഫസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇട്ടിട്ട് എന്തെങ്കിലും പേര്, ഇപ്പൊ ആഡിന്റെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മൾ ഫംഗ്ഷൻ ചെയ്തോണ്ടിരുന്നത്, ഇത് നമ്മൾ റിസൾട്ട് എന്നും പറഞ്ഞൊരു വേരിയബിൾ ഞാൻ സ്റ്റോർ ചെയ്യാന്ന് വെച്ചോ. ഈ ആഡിനെ ഞാൻ സ്റ്റോർ ചെയ്യുക 1,2. അപ്പൊ ഇതിന്റെ റിസൾട്ട് ഓഫ് കോഴ്സ് എന്തായിരിക്കും? ത്രീ ആയിരിക്കും. ഇത്രയും മനസ്സിലായല്ലോ. ഇതിനകത്ത് ഈ എ കോമ ബി കണ്ടോ, അതായത് ഈ ഫംഗ്ഷന്റെ അകത്ത് എയും ബിയും ഉണ്ട്. അതായത് ഇതിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ടോപ്പിലുള്ള സാധനത്തെയാ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തുണ്ടോ ഈ 1ഉം 2ഉം കണ്ടോ, ഈ ഫംഗ്ഷനകത്ത് പാസ് ചെയ്യുന്നില്ലേ, ഇതിനെ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും സംഭവം മനസ്സിലായോ? ഇതാണ് പാരാമീറ്റേഴ്സ്. റിസീവ് ചെയ്യുന്ന സാധനം പാരാമീറ്റേഴ്സ്, കൊടുക്കുന്ന സാധനം ആർഗ്യുമെന്റ്സ്. ഇഫ് ഞാൻ ഈ ആർഗ്യുമെന്റ്സ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് നോട്ട് എ നമ്പർ എന്നും പറഞ്ഞ് കാണിക്കും. അഫ്കോഴ്സ് ഇവിടെ 2 നമ്പർ ഇല്ല. അപ്പൊ അങ്ങനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണേൽ ഡീഫോൾട്ട് ആയിട്ട് എന്താ പറയാ 0 ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അഫ്കോഴ്സ് അത് 0+0 എന്ന് വരും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളെങ്കിൽ എയുടെ വാല്യൂ ഇപ്പൊ 3 ആയിരിക്കും, ആ 0 വരത്തില്ല. ഡീഫോൾട്ട് പാരാമീറ്റർ അപ്പൊ വർക്കാകത്തില്ല. എന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ ഡീഫോൾട്ട് പാരാമീറ്റർ അപ്പൊ വർക്കാകത്തില്ല. അപ്പൊ എക്ക് 3 കിട്ടും, ബിയുടെ വാല്യൂ നമ്മൾ പാസ് ചെയ്ത് കൊടുത്തില്ല, അപ്പൊ ബിയുടെ വാല്യൂ 0 എന്ന് 3+0 0 3. മനസ്സിലായോ? ഇതാണ് നീ ചോദിച്ചത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എല്ലാവരും മനസ്സിലായെങ്കിൽ എല്ലാവരും മനസ്സിലായെന്ന് പറയാം. നിർത്താം.
ഈ സംഭവമൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. കോഡിംഗ് ഒക്കെ ഇത്രയും അടിച്ച് തുടങ്ങിയ പ്ലേസ്മെന്റ് യൂസ്. പിന്നെ പറഞ്ഞു വി എസ് കോഡ് എൻ്റെ സജഷൻ ഏത് സംഭവം വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. വി എസ് കോഡ് നോട്ട്ജേസും ഇൻസ്റ്റാൾ ചെയ്തോളൂ. പിന്നെ ഞാൻ പറഞ്ഞ ടെക്നിക്ക് വെച്ച് എളുപ്പത്തിൽ ചെയ്താൽ വെച്ചാൽ മറ്റേ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഡ്രാഗ് ഡ്രോപ്പ് ഇതൊക്കെ മെയിൻ. അല്ലെങ്കിൽ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കും ഇതൊക്കെ എങ്ങനെ. ഞാൻ കുറെ പേരെ കാണാറുണ്ട് ബിഗിനേഴ്സ് ഭയങ്കരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കും. ഞാൻ ഉൾപ്പെടെയാണ് അങ്ങനെ. അപ്പൊ അത് ഫസ്റ്റ് ഒന്നും ആരങ്ങനെ അധികം പറഞ്ഞെടുത്തില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്താൽ പ്രോ ആയിരുന്നു നിങ്ങൾ. പിന്നെ ലൈവ് സെർവർ മറ്റേ ഓട്ടോ സേവ് ആ രണ്ട് സംഭവം കൂടെ എനേബിൾ ചെയ്തോളൂ. എന്നിട്ട് കോഡ് അടിക്കാന്ന് പറയുമ്പോൾ സൈഡ് ബൈ സൈഡ് ഞാൻ ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ചാണ്ടാ സൈഡ് ബൈ സൈഡ് വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ കോഡ് അടിക്കുമ്പോൾ വ്യത്യാസം നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പടപടയെന്ന് പഠിച്ചു പോകാൻ പറ്റും. ഞാൻ എടുത്ത ആസിനെ ഓക്കെ നമുക്ക് ഓക്കെ താങ്ക് യു. ഓക്കെ എന്നാ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് കുറച്ച് ടാസ്ക് സെറ്റ് ചെയ്തിടാം. അത് ചെയ്യട്ടെ ഒന്ന് ഇതുമാവുമല്ലോ. ഓക്കെ ശരി എന്നാ ബൈ എല്ലാവരും.